ആയിരം വെല്ലുള്ളത് പരമശിവനാണ്. ഒറിജിനലി പരമശിവന് സമർപ്പിക്കപ്പെട്ട ക്ഷേത്രമായതിനാലായിരിക്കണം ആയിരവല്ലി എന്നീ ക്ഷേത്രത്തിന് പേരുണ്ടായത്. ആയിരവല്ലി. ഇവിടെ അടുത്ത 7 ദിവസങ്ങൾ ഭാഗവത സപ്താഹം നടക്കുകയാണ്. എന്താണ് ഭാഗവതം? ഭഗവാന്റെ കഥ പറയുന്ന 3 പുരാണങ്ങളെയാണ് ഭാഗവതം എന്നറിയപ്പെടുന്നത്. ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ്. ദേവി ഭാഗവതം ദേവിയുടെ ദശാവതാര കഥ പറയുകയാണ്. മൂന്നാമത്തെ ശിവപുരാണം നമ്മൾ വിളിക്കുന്ന ശിവഭാഗവതം പരമശിവന് അഷ്ടദശാവതാരങ്ങൾ 18 അവതാരങ്ങളാണ്. ആ അവതാരങ്ങളുടെ കഥ പറയുന്ന ശിവഭാഗവതം. ഈ 3 ഗ്രന്ഥങ്ങളാണ് ഭാഗവതം എന്നറിയപ്പെടുന്നത്. ഭാഗവതം ഒരു പുരാണമാണ്. എന്താണ് ഈ പുരാണം? പുരാണം വളരെ കൃത്യമായി വേദവ്യാസൻ നമുക്ക് നിർവഹിച്ചു തന്നിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശോ മന്വന്തരാണി വംശാനുചരിതം ചെയ്വ പുരാണോ പഞ്ചലക്ഷണ. ആദ്യമായി സർഗഞ്ച, ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ഈശ്വരൻ ഹിമാലയ പർവ്വതം ഉണ്ടാക്കി, പസഫിക് സമുദ്രം ഉണ്ടാക്കി, സുന്ദരമായ കേരളം ഉണ്ടാക്കി. ഇങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ച എന്തെല്ലാമാണ്. പ്രതിസർഗഞ്ച, അത് കഴിഞ്ഞ് മനുഷ്യനും മറ്റ് പ്രകൃതിയും സൃഷ്ടിച്ച വസ്തുക്കൾ എന്തൊക്കെയാണ്? അവർ ഹസ്തനപുരം ഉണ്ടാക്കി, ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി, ഒരുപാട് കൺസ്ട്രക്ഷൻ ചെയ്തു. അപ്പോൾ സർഗഞ്ചയും പ്രതിസർഗഞ്ചയും ഒരുമിച്ച് ചേർന്നാൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കോസ്മോഗണി എന്ന് പറഞ്ഞാലേ മനസ്സിലാവും. രണ്ടാമതായി വംശോ. പുരാണത്തിൽ ആരുടെ പേര് പറഞ്ഞാലും വംശാവലി ഉടനെ വരും. ശ്രീരാമേന്ദ്രൻ ഭഗവാന്റെ പേര് പറഞ്ഞാൽ ഉടനെ വംശാവലി വരും. മനുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഇക്ഷ്വാകുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, സത്യ ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഭാഗീരഥൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ആദ്യമായി റോക്കറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് പോയി സാറ്റലൈറ്റ് ഉണ്ടാക്കിയിരുന്ന ഋഷഭുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, ദിലീപിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട, രഘുവിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ദശരഥൻ്റെ മകൻ ശ്രീരാമൻ ഒറ്റയടിക്ക് 42 തലമുറ ഇഞ്ഞ് വരും. അതാണ് വംശോ എന്ന് പറയുന്നത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ ക്രോണോളജി എന്ന് പറയും. ക്രോണോളജിയാണ് അതിൻ്റെ അടുത്ത ഭാഗം. മൂന്നാമത്തെ മന്വന്തരാണി. ഭൂമിയിൽ 14 മന്വന്തരങ്ങളുണ്ടെന്നാണ് ഹിന്ദു എൻസൈക്ലോപീഡിയ പറയുന്നത്. പക്ഷെ ബംഗാളിൽ ഇറങ്ങിയ ഒരു ഭാഗവതത്തിൽ 71 ചതുർയുഗങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻസൈക്ലോപീഡിയ കണക്ക് അംഗീകരിക്കുന്നില്ല. 14 മന്വന്തരങ്ങളിൽ 7ാമത്തെ മന്വന്തരത്തിലാണ് നിങ്ങൾ ഞാൻ ജീവിക്കുന്നത്. വൈശ്വത മന്വന്തരം. വൈശ്വത സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യർ ജീവിക്കുന്ന കാലഘട്ടം. അത് ഓരോ യുഗത്തിനും 4 കാലം. കൃതത്രേത ദ്വാപര കലി. അതിലെ കലിയുഗത്തിലാണ് നമ്മൾ ജനിച്ചത്. ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും പ്രയാസമുള്ള കാലമാണ് വൈശ്വത മന്വന്തരത്തിലെ കലിയുഗം. ഗതികേടിന് നിങ്ങൾ ഞാനും വന്ന് ജനിച്ചത് ആ സമയത്താണ്. ഈ മന്വന്തരം കഴിയുമ്പോൾ അടുത്ത മന്വന്തരം വേദവ്യാസൻ പറയുന്നു റാസ അൽഗതി. തൃക്കേട്ട നക്ഷത്രത്തിന്റെ വ്യൂഹത്തിലാണ് ഇനി മനുഷ്യനുണ്ടാകുന്നത്. സോളാർ സിസ്റ്റത്തിൽ വിടനും പൊടിനും എല്ലാം കൂടെ ആറ്റം ബമ്മിട്ട് തീരും. സോളാർ സിസ്റ്റത്തിൽ മനുഷ്യനുണ്ടാവില്ല. ഇനി അടുത്ത മനുഷ്യനുണ്ടാകാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രത്തിന്റെ വ്യൂഹത്തിലാണ്. ഇതാണ് മന്വന്തരാണി എന്ന് പറയുന്നത്. അത് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കോസ്മോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും. പിന്നെ വംശാനുചരിതം. ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട് വേറൊരു വംശമായി മാറുന്നത്? ഋഗ്വേദത്തിലെ ദാസരാജ്ഞ യുദ്ധത്തിലെ നായകനായിരുന്ന സുദാസ് ഭരതകുലത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ദാസരാജ്ഞത്തിൽ കൊല്ലപ്പെട്ട പൂരുവിൻ്റെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭരതകുലവും പൂരുകുലവും കൂടി യോജിച്ചപ്പം അത് കുരുവംശമായി മാറി. ആ കുരുവംശത്തിലാണ് പാണ്ഡവന്മാരും കൗരവന്മാരും ഉണ്ടായത്. കൗരവന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് പാണ്ഡു കുന്തിയെ വിവാഹം കഴിക്കുമ്പോൾ അത് കുരു യദു രാജവംശമായി. പിന്നെ അത് കുരു യദു പാഞ്ചാല രാജവംശമായി. പക്ഷെ പാഞ്ചാലിയുടെ മക്കളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സന്ധി പരമ്പര വരുന്നത് വിരാട രാജകുമാരിയായ ഉത്തരയുടെ ഗർഭത്തിലുണ്ടായ കുട്ടിയിൽ നിന്നാണ്. അതുകൊണ്ടത് കുരു യദു പാഞ്ചാല വിരാട രാജവംശമായി മാറി. ഈ ടേണിങ് ഓഫ് ഫാമിലി, അതാണ് 5ാം ഭാഗം. കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ ജീനിയോളജി എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്താണ് പുരാണം എന്ന് പറയുന്നത്? പുരാണം, കോസ്മോളജി, ക്രോണോളജി, കോസ്മോഗണി, ക്രോണോളജി, കോസ്മോളജി ആൻഡ് ജീനിയോളജി. ഈ 4 ചേരുന്നതാണ് പുരാണം എന്ന് പറയുന്നത്. ഈ പുരാണങ്ങൾ വേദവ്യാസനാൽ വിരചിതമാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത വ്യക്തിയാണ് വേദവ്യാസൻ. അദ്ദേഹം
കൃഷ്ണ ദ്യോപായനായിട്ട് ജനിച്ചത്. കൃഷ്ണൻ എന്ന കറുത്ത നിറമുള്ള ആൾ ദ്വീപിൽ ജനിച്ചുകൊണ്ട് ദ്യോപായനൻ. അദ്ദേഹം ആദ്യമായി വേദങ്ങളെ വ്യസിച്ചെടുത്തു, കമ്പയൽ ചെയ്തു. ഋഗ്വേദത്തെ 1542 ശ്ലോകം, യജുർവേദം 1975 ശ്ലോകം, സാമവേദം 1545 ശ്ലോകം, അഥർവവേദം 7000 ശ്ലോകം, എല്ലാം കൂടി 21,000-ലേറെ ശ്ലോകമാണ് 4 വേദങ്ങൾ. പിന്നെ അദ്ദേഹം അങ്ങനെ വേദങ്ങളെ വ്യസിച്ചപ്പോൾ അദ്ദേഹം കൃഷ്ണദ്വൈപായൻ എന്നുള്ള പേര് മാറി വേദവ്യാസനായി. പിന്നെ അദ്ദേഹം വേദാംഗങ്ങൾ എഴുതി 1028 ഉപനിഷത്തുകൾ, എല്ലാം കൂടി 27,000 ശ്ലോകം. അതിനുശേഷം അദ്ദേഹം മഹാഭാരതം എഴുതി 1,25,000 ശ്ലോകം. പിന്നെ അദ്ദേഹം 18 പുരാണങ്ങൾ എഴുതി 3,67,000 ശ്ലോകം. പിന്നെ 18 ഉപപുരാണങ്ങൾ എഴുതി, എല്ലാം കൂടെ 4,90,000 ശ്ലോകം. അതായത് വേദവ്യാസൻ എന്ന മഹാൻ രചിച്ചത് 11 ലക്ഷത്തിലേറെ ശ്ലോകമാണ്. അദ്ദേഹത്തിന് മുമ്പോ അദ്ദേഹത്തിന് ശേഷമോ ആർക്കും അത്ര എഴുതാൻ ഈ ഭൂമിയിൽ പറ്റിയിട്ടില്ല. ആ മഹത്തായ വേദവ്യാസ വിരചിതമായ പുരാണങ്ങളിൽ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. ഇനി ആ ഭാഗവതം സനാതനധർമ്മ ലോകത്തിന് കൊടുത്ത 3 പുസ്തകങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. അതിൽ ആദ്യത്തേത് ശ്രീമദ് ഭാഗവതമാണ്. പരീക്ഷിത് രാജാവ് എങ്ങനെ ഭാഗവതം ഉണ്ടായെന്ന് യജ്ഞാചാര്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പരീക്ഷിത് രാജാവ് മരണഭയം കൊണ്ടുപോയി ഒളിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. പരീക്ഷിത് രാജാവ് കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ജനമേജയൻ സർപ്പസത്രം നടത്തി. 1000കണക്കിന് സർപ്പങ്ങൾ കൊല്ലപ്പെട്ടു. തത്ഫലമായി അദ്ദേഹത്തിനൊരു ശാപം കിട്ടി. ആ ശാപം കൊടുക്കുന്നത് സരമ എന്ന പെൺപട്ടിയാണ്. മഹാഭാരതം തുടങ്ങുന്ന ഒരു സരമ എന്ന പട്ടിയിലാണ്, മഹാഭാരതം തീരുന്ന ഒരു സരമ എന്ന പട്ടിയിലാണ്. ഋഗ്വേദത്തിൽ ഈ സരമ വരുന്നുണ്ട്. ആ സരമ തന്നെ രാമായണത്തിലും വരുന്നുണ്ട്. ശ്രീരാമേന്ദ്ര ഭഗവാന്റെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന സരമയുണ്ട്. അപ്പോൾ ഋഗ്വേദത്തിലെയും രാമായണത്തിലെയും പട്ടികൾ പെൺപട്ടികളാണ്. പക്ഷെ അതേ പേരോടുകൂടി മഹാഭാരതത്തിൽ വരുമ്പോൾ ആൺപട്ടിയാണ്. ആൺപട്ടി ജനമേജനെ ശപിച്ചു, മരണം വരെ നിനക്ക് അശാന്തി ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു. ആ ശാപം കാരണം ജനമേജൻ പോയി ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേദവ്യാസം വന്ന് പറഞ്ഞു കൊടുത്തതാണ് ദേവി ഭാഗവതം. ആ സർപ്പസത്വം നിർത്താൻ വേണ്ടി തക്ഷകന്റെ തന്നെ സഹോദരി മാനസ ഒരു ബ്രാഹ്മണനെ കല്യാണം കഴിച്ചു. അങ്ങനെ ഉണ്ടായ കുട്ടിയാണ് ആസ്തികമണി. ആസ്തികമണി വന്ന് സർപ്പസത്വം നിർത്തിച്ചു. സർപ്പസത്വം നിർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന വൈശമ്പായനം പറഞ്ഞു, ഇത്രയും ലക്ഷം രൂപ മുടക്കി ഇത്രയും ആളുകളും കൂടി എല്ലാം കഴിഞ്ഞ് യാഗം നിർത്തി വെച്ചാലേ ഇത് വേസ്റ്റ് ഓഫ് മണിയല്ലേ. അതുകൊണ്ട് എൻ്റെ ഗുരു പഠിപ്പിച്ച ഒരു പുസ്തകമുണ്ട് മഹാഭാരതം, ഞാനിത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ഈ മഹാഭാരതം പറയുകയാണ്. അപ്പോൾ ലോകത്തിന് ഇന്ത്യ കൊടുത്ത 3 മഹത്തായ പുസ്തകങ്ങൾ ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം, മഹാഭാരതം. ഇത് 3 ഒരു സംഭവത്തിൻ്റെ 3 ഭാഗമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. ഈ മഹത്തായ ശ്രീമദ് ഭാഗവതം ഇവിടെ 7 ദിവസം കൊണ്ട് വിരചിക്കപ്പെടുകയാണ്. ശ്രീമദ് ഭാഗവതത്തിന് 12 സ്കന്ധങ്ങളാണ്. അതിന് 335 അധ്യായങ്ങളുണ്ട്. അതിൽ 11,000 ശ്ലോകങ്ങളുണ്ട്. ദേവി ഭാഗവതത്തിനും 12 സ്കന്ധങ്ങളാണ്. പക്ഷേ അധ്യായം 318 ഉള്ളൂ. പക്ഷെ ശ്ലോകങ്ങളുടെ എണ്ണം 10,335 ശിവപുരാണം ആദ്യം വേദവ്യാസൻ എഴുതിയത് 98,000 ശ്ലോകങ്ങളായിട്ടാണ്. ഒരിക്കൽ വേദവ്യാസൻ രോമകൃഷ്ണനെ കാണാൻ പോയി. രോമകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ വ്യാസ നീ ഇങ്ങനെ പുസ്തകം എഴുതി ഞങ്ങൾക്ക് ഇറങ്ങിപ്പോകും. 1,27,000 ശ്ലോകമുള്ള മഹാഭാരതം, 98,000 ശ്ലോകം ശിവപുരാണം. വേദവ്യാസൻ കൂടിപ്പോയല്ല, ഞാൻ കുറച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 24,000 ശ്ലോകങ്ങളായിട്ട് കുറച്ചു. ഒറിജിനൽ ശിവപുരാണത്തിൽ 497 അധ്യായം ഉണ്ടായിരുന്നു. അത് 24,000 ശ്ലോകങ്ങളായി കുറച്ചപ്പോൾ അത് 257 അധ്യായമുള്ള ശിവപുരാണമായി മാറുകയാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ സ്കന്ധത്തിൻ്റെ ചാപ്റ്ററിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ 300 കഥകളാണ്. ഈ 300 കഥകൾ പറയണമെങ്കിൽ ഒരു 6 മാസമെങ്കിലും എടുക്കും. യജ്ഞാചാര്യൻ ഈ ഗ്രന്ഥങ്ങളെല്ലാം വായിച്ച ശേഷം അദ്ദേഹം 7 ദിവസങ്ങളുണ്ടോ നമ്മളോട് ഈ ഭാഗവതം എന്താണെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം 3 കഥ വെച്ചെടുത്താൽ 7 ദിവസം കൊണ്ട് 21 കഥ പറയും. അദ്ദേഹം 4 കഥയാണ് എടുക്കുന്നതെങ്കിൽ 7 ദിവസം കൊണ്ട് 28 കഥ പറയും. അപ്പോൾ ഈ കഥ യജ്ഞാചാര്യൻ എടുക്കുന്നത് സാമ്പിൾ അനുസരിച്ചിട്ടാണ്. ഉദാഹരണത്തിന് പുനർജന്മങ്ങൾ 46 എണ്ണമാണ് ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നത്. പൂതന തൊട്ട് ഗജേന്ദ്രൻ തൊട്ട് ഇങ്ങനെ 46 പുനർജന്മങ്ങളാണ്. ആ പുനർജന്മത്തിൽ യജ്ഞാചാര്യൻ ഒരു 3 എണ്ണം സാമ്പിൾ എടുക്കും. അങ്ങനെ സാമ്പിൾ എടുത്തിട്ട് ഈ 300 കഥകളിൽ നിന്ന് യജ്ഞാചാര്യൻ തിരഞ്ഞെടുക്കുന്ന 21 28 കഥകളിലൂടെ നമുക്ക് ഈ 300 കഥയുടെയും സാരം പറഞ്ഞു തരികയാണ്. അപ്പോൾ ശ്രദ്ധാപൂർവം 7 ദിവസം കേട്ടെങ്കിലേ നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാഗവത മഹാത്മ്യം ഇവിടെ യജ്ഞാചാര്യൻ പറയുന്നതിനാൽ ഞാൻ അങ്ങോട്ട് കയറുന്നില്ല.
ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ കേട്ടാൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഞാനും എന്താണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടത്? അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പുരാണത്തിലെ കഥ കേട്ടാൽ കഥ കേൾക്കാൻ രസമാണ്. പക്ഷേ കോളേജിൽ പഠിക്കുന്ന പല പിള്ളേർക്ക് ഇതൊക്കെ നടക്കാത്ത കാര്യമാണല്ലോ എന്നൊരു തോന്നലുണ്ടാവും. കാരണം ഈ കഥ ഉണ്ടാക്കുമ്പോൾ വേദവ്യാസൻ ശ്രദ്ധേയമായൊരു പാഠത്തിലാണ് ഈ കഥ ഇങ്ങോട്ട് ഭാഗവത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഇതിഹാസം ഡിഫൈൻ ചെയ്യുമ്പോൾ വേദവ്യാസൻ പറയുന്നുണ്ട്, ധർമാത്ര കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രദർശന. നമ്മെ 4 കാര്യം പഠിപ്പിക്കാനാണ് വേദവ്യാസം ഉദ്ദേശിച്ചിരിക്കുന്നത്. 1, ധർമ്മം, വാട്ട് ഈസ് റൈറ്റ്, എന്താണ് ശരി. 2, അർത്ഥം, മനുഷ്യൻ പണത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഹൗ ടു കൺട്രോൾ. 3, കാമം, മനുഷ്യന്റെ നാശം വരുന്നത് കാമത്തിൽ നിന്നാണ്, അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം. പോലീസ് പറയും 3 ആശകളാണ് ക്രൈം ഉണ്ടാക്കുന്നത്: മണ്ണാശ, പൊന്നാശ, പെണ്ണാശ. മണ്ണിനെ ആഗ്രഹിച്ചാൽ അതിലിറക്കമുണ്ടാവും, രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടാവും. പൊന്നാശ, പൊന്നിനെ സ്വർണത്തെ ആഗ്രഹിച്ചാൽ വീട്ടിൽ കയറി മോഷണം ഉണ്ടാവും, ഡക്കോയിറ്റി ഉണ്ടാവും, കൊലപാതകം ഉണ്ടാവും. പെണ്ണിനെ ആശിച്ചാൽ ഭയങ്കര സംഭവമാണ്. സീതാദേവി സുന്ദരി ആയതുകൊണ്ട് രാമായണ യുദ്ധം ഉണ്ടായി. ഗ്രീസിലെ ഹെലന ട്രോയ് സുന്ദരി ആയതുകൊണ്ട് ഇലിയഡ് യുദ്ധം ഉണ്ടായി. ഞങ്ങൾ ഈ പോലീസ് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ കൊല്ലപ്പെടും. എന്തിനാണ് കൊല്ലപ്പെടുന്നതെന്ന് ഞങ്ങളിങ്ങനെ വണ്ടടിക്കുമ്പോഴാണ് ഈ ചത്തവൻ്റെ ഭാര്യയെ കാണുന്നത്. ഭാര്യ സുന്ദരിയാണെങ്കിൽ അപ്പോഴേ മനസ്സിലാവും അവളെ കയ്യിലാക്കാൻ വേണ്ടി ആരോ ഈ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ്. കേസ് ഞങ്ങൾ കണ്ടുപിടിക്കും. ഈ കാമത്തെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ മനുഷ്യൻ നശിക്കും. 4-മത്തത് മോക്ഷം. മനുഷ്യൻ എന്തിനാണ് ഈ മുമ്പ് ജീവിച്ചിരിക്കുന്നത്? മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ മോക്ഷം എങ്ങനെ കിട്ടണം? അപ്പോൾ ധർമ്മമാത്രം കാമം മോക്ഷം, ഈ 4 പഠിപ്പിക്കാൻ വേണ്ടി ധർമ്മമാത്ര കാമം മോക്ഷമാണ് ഉപദേശ സമന്വിതം. നമ്മളെ അത് പഠിപ്പിക്കാൻ വേണ്ടി ഉപദേശം ചേർക്കാം. പൂർവ്വയുക്തം കഥായുക്തം, എന്താ പഠിപ്പിക്കേണ്ടതെന്ന് വേദവ്യാസൻ ആദ്യം തീരുമാനിക്കും. എന്നിട്ട് യുക്തമായൊരു കഥ അതിൻ്റെ കൂടെ ചേർക്കും. അപ്പം കഥ 3 തരത്തിലുള്ള കഥയാണ്. 1 മിത്താണ്, ഭൂമിയിൽ നടക്കാത്ത സാങ്കല്പിക കഥ. അത് സാങ്കല്പികമാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി വേദവ്യാസൻ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ പറയും, രാജാവ് പോയി 10,000 കൊല്ലം തപസ്സിരുന്നു. ഇപ്പോഴേ മനസ്സിലാക്കണം, ഭൂമി നടന്നിട്ടില്ല. 100 വയസ്സിൽ ജീവിക്കുന്ന മനുഷ്യൻ 10,000 കൊല്ലം തപസ്സിരിക്കാൻ പറ്റുമോ? രാജാവിന് ബ്രഹ്മാവ് വരം കൊടുത്ത ശേഷം 27,000 കൊല്ലം രാജ്യം ഭരിച്ചു. അപ്പോഴേ മനസ്സിലായിക്കോണം, എൽസദരാക്തി 74 കൊല്ലം ഭരിച്ചു. ആരെങ്കിലും 27,000 കൊല്ലം ഭൂമി ഭരിക്കാൻ പറ്റുമോ? വേദവ്യാസൻ എന്തിനാണ് പറയുന്നത്? ഇത് മിത്താണ്, ഭൂമി നടക്കാത്തൊരു സംഭവമാണ്, നീ മനസ്സിലാക്കിയോ. നിന്നെ തത്വം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ കഥ എഴുതുന്നേ ഉള്ളൂ. 2-മത്തെ ഷോർട്ട് സ്റ്റോറിയാണ്, നമ്മളെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി അതേ ഒരു ചെറുകഥ എഴുതും. ചിത്രകേതു 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ചു. ലോകത്തിൽ ആരെങ്കിലും 1 കോടി സ്ത്രീയെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ താലി കെട്ടി കുരവയിട്ട് മന്ത്രകോടി എടുത്ത് അഗ്നി കിട്ടി 3 നടന്ന് സദ്യയൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കപ്പോൾ 2.5-3 മണിക്കൂർ പോയി. 1 കോടി സ്ത്രീകളെ കല്യാണം കഴിക്കണമെങ്കിൽ 3,500 കൊല്ലം ഈ പഹയൻ പെണ്ണ് മാത്രം കെട്ടിക്കൊണ്ടിരിക്കണം. 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ച റാസ്കലിനെ വെടിവെച്ചുകൊണ്ട റാസ്കലാണ്. അപ്പോൾ എന്തിനാണ് വേദവ്യാസനെ കഥ പറയുന്നത്? 1-ലേറെ ഭാര്യമാരെ വിവാഹം കഴിച്ചാൽ അവനുണ്ടാകുന്ന കഷ്ടപ്പാട്, പെണ്ണുങ്ങൾ തമ്മിലുണ്ടാകുന്ന ഗൂഢാലോചനയിൽ അവന് പറ്റാൻ പോകുന്ന അമളി, ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ചെറുകഥ എഴുതിയിരിക്കുകയാണ്. ചിത്രകേതുവിൽ 1 കോടി സ്ത്രീകളെ കല്യാണം കഴിച്ച കഥ. 3-മത്തെ ചരിത്രമാണ്, ഭൂമിയിൽ നടന്നൊരു സംഭവം. ശ്രീരാമചന്ദ്ര ഭഗവാൻ അയോധ്യയിൽ ജനിച്ചു. 18 വയസ്സായപ്പോൾ അദ്ദേഹത്തെ വനവാസത്തിലേക്ക് അയച്ചു. വനവാസത്തിലേക്ക് അയക്കുമ്പോൾ ദശരഥന് യാതൊരു അവകാശമില്ല. കൗസല്യത്തിന്റെ തലസ്ഥാനമാണ് അയോധ്യ. കൗസല്യ രാജാവിന് ഒരു മോളെ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് അവകാശപ്പെട്ടതാണ്. പഞ്ചാബ്, ഹരിയാന, ഡൽഹി ഭരിച്ച സൂര്യവംശത്തിലെ ഈ ദശരഥൻ ഈസ്റ്റേൺ UP വന്ന് ഈ കൗസല്യ കല്യാണം ദത്ത് കയറിയവനാണ്. അയോധ്യ ഉണ്ടെങ്കിൽ ദശരഥന് യാതൊരു റൈറ്റുമില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ അവരുടെ ഫാദേഴ്സ് പ്രോപ്പർട്ടി എല്ലാം ഇഷ്ടം പോലെ ചെയ്യാം. കൗസല്യയുടെ മക്കൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്. എങ്കിലും അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാൻ വനത്തിപ്പോയി. 14 കൊല്ലം വനത്തിപ്പോയി. രാവണനെ തോപ്പ് സീതയെ വേണ്ടത് 32-ാമത്തെ ദിവസം തിരിച്ചു വന്നു. 32-ാമത്തെ ദിവസം തിരിച്ചു വന്ന് ശ്രീരാമൻ 27 കൊല്ലം രാജ്യം ഭരിച്ചു. 59 വയസ്സിന് 60-ാമത്തെ ഷഷ്ടി പൂർത്തിയായപ്പോഴാണ് യമനദേവനുമായി വഴക്കുണ്ടായി. സരയൂ നദിയിൽ ജലസമാധിയിലൂടെ ഭഗവാൻ തിരിച്ച് വിഷ്ണു ലോകത്തേക്ക് പോയി. അപ്പോൾ 60 വയസ്സിൽ ജീവിച്ചിരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറാണ് ശ്രീരാമൻ. അപ്പോൾ ഭാഗവതം യജ്ഞാചാര്യം പറയുമ്പോൾ ഏതാണ് മിത്ത്, ഏതാണ് ഷോർട്ട് സ്റ്റോറി, ഏതാണ് ഹിസ്റ്ററി എന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലായില്ലെങ്കിൽ കഥയുടെ അർത്ഥം മനസ്സിലാവത്തില്ല. ഇമാജിനറി സ്റ്റോറി ഭൂമി റിയലി നടന്നാൽ നിങ്ങൾ തച്ചുപോയി പിന്നെ അതിനകത്തൊന്നും പിടികിട്ടില്ല. അപ്പോൾ കഥകൾ ശ്രദ്ധിച്ചിട്ട് 7 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ 4 കാര്യവും മാസ്റ്റർ ചെയ്യാൻ പഠിച്ചിരിക്കണം: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോൾ ഇവിടെ ഈ കഥ കേൾക്കുമ്പോൾ 21 നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഞാനും എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ വിഷ്ണു ഭഗവാന് ദശാവതാരം. ആദ്യത്തെ അവതാരം
മത്സ്യാവതാരമാണ്. അപ്പോൾ 1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതുന്നത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതുന്നതിന് ഒരു 3000 വർഷത്തിന് മുമ്പാണ് വേദവ്യാസൻ ഇതേ പരിണാമ സിദ്ധാന്തം ശ്രീമദ് ഭാഗവതത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഡാർവിൻ പറഞ്ഞു, ആദ്യം ജീവൻ ഉണ്ടായത് കടലിലാണ്, മത്സ്യരൂപത്തിലാണ്. വിഷ്ണു ഭഗവാന്റെ ഫസ്റ്റ് അവതാരം മത്സ്യം. രണ്ടാമതായി കരയിലും കടലിലും ജീവിക്കുന്ന ജീവി ഉണ്ടായി, അതാണ് രണ്ടാമത്തെ അവതാരം ആമ. കടലിലും ജീവിക്കും, കരയിലും ജീവിക്കും. മൂന്നാമത് ടെറസ്ട്രിയൽ ആനിമൽസ് ഉണ്ടായി, കരയിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ, അതാണ് മൂന്നാമത്തെ പന്നി എന്ന് പറയുന്ന ടെറസ്ട്രിയൽ ആനിമൽ. പിന്നെ മനുഷ്യനും മൃഗങ്ങളും മിക്സ് ചെയ്തു. ആദ്യം കുരങ്ങനായിരുന്നു, പിന്നെ മനുഷ്യക്കുരങ്ങനായി, പിന്നെ മനുഷ്യനായി. അപ്പോൾ മനുഷ്യനും മൃഗവും മിക്സ് ചെയ്യുന്നതാണ് നരസിംഹം. പിന്നെ 16,000 വർഷത്തിന് മുമ്പ് മനുഷ്യന് 4 അടി പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 16,000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ്റെ DNA ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ ഉണ്ടായപ്പോൾ മനുഷ്യൻ 6 അടി പൊക്കമുള്ളവനായി. എന്നാൽ ആഫ്രിക്കയിലെ പിഗ്മീസിനൊന്നും മ്യൂട്ടേഷൻ സംഭവിച്ചില്ല, അവരിപ്പോഴും 4 അടി പൊക്കത്തിലാണ്. അപ്പോൾ 16,000 വർഷത്തിന് മുമ്പ് മനുഷ്യൻ 4 അടി പൊക്കം ഉണ്ടായിരുന്ന കാലത്തെയാണ് വാമനാവതാരം. അത് കഴിഞ്ഞ് മനുഷ്യൻ ഹണ്ടർ ഗ്യാദർ സ്റ്റേജിലെത്തി. 16,000 വർഷം തൊട്ട് ഒരു 8,000 വർഷം ബാക്ക് വരെ മനുഷ്യൻ ഹണ്ടർ ഗ്യാദറായിരുന്നു. അവിടെയാണ് മഴുവേന്തി പോകുന്ന പരശുരാമൻ എന്ന് പറയുന്ന ഫോറസ്റ്റ് ഹണ്ടർ ഗ്യാദർ സ്റ്റേജ്. അത് കഴിഞ്ഞ് ശ്രീരാമൻ വന്നു. മനുഷ്യൻ സെറ്റിൽഡ് സൊസൈറ്റി ഉണ്ടാക്കി, അവൻ മോണാർക്കി കണ്ടുപിടിച്ചു, രാജാധിപത്യം ഉണ്ടാക്കി. അതാണ് സെറ്റിൽഡ് സൊസൈറ്റിയുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനൊക്കെ ഉള്ള കാലഘട്ടം. രാജാധിപത്യം വന്നു. അതിനുശേഷം മനുഷ്യൻ എന്ത് ചെയ്തു? കാലാവസ്ഥയെ പഠിച്ചു. അവൻ സീസൺസിനെ കണ്ടുപിടിച്ചു. അവൻ റെപ്പറ്റേറ്റീവ് ഫാമിംഗ് കണ്ടുപിടിച്ചു. നെല്ലെടുത്താൽ അതിൻ്റെ 90% ഉപയോഗിക്കാം, ബാക്കി 10% വിതച്ചു കൊടുത്താൽ വീണ്ടും അടുത്ത തവണ 60 മേനി വളഞ്ഞ് വരും. അപ്പോൾ റെപ്പറ്റേറ്റീവ് ഫാമിംഗ് കണ്ടുപിടിച്ചപ്പോൾ അഗ്രികൾച്ചർ സ്റ്റേജിലേക്ക് വന്നു. BC 6000 തൊട്ട് ഇങ്ങോട്ടുള്ള അഗ്രികൾച്ചർ സ്റ്റേജ്. അതാണ് കലപ്പേന്തി കർഷകനായ ബലരാമൻ. അത് കഴിഞ്ഞപ്പോൾ മനുഷ്യൻ രാഷ്ട്രീയം പഠിച്ചു. മക്കിവെല്യൻ പൊളിറ്റീഷ്യൻ ഉണ്ടായി, അതാണ് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ. പിന്നെ മനുഷ്യൻ സിവിലൈസേഷൻ അപകടത്തിൽ ചാടുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റൂളർ വരും, അതാണ് കൽക്കി എന്ന് പറയുന്ന റൂളർ. അപ്പോൾ ചാൾസ് ഡാർവിൻ 1854 പറഞ്ഞ പരിണാമ സിദ്ധാന്തം 4000 വർഷത്തിന് മുമ്പ് വേദവ്യാസൻ കൃത്യമായി ശ്രീമദ് ഭാഗവതത്തിൽ വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ അവതാരവും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ മത്സ്യാവതാരം? ഭൂമിയിൽ ആദ്യം മനുഷ്യനുണ്ടാക്കിയത് റിവർ വാലി സിവിലൈസേഷൻസ് ആണ്. ആ നദികളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായി, പട്ടണങ്ങൾ നശിച്ചു, സിവിലൈസേഷൻ നശിച്ചു. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അതിനെ നേരിടാൻ വേണ്ടി മത്സ്യാവതാരത്തിൽ ഭഗവാൻ അവതരിക്കുന്നു. ഫ്ലഡിനെ കൺട്രോൾ ചെയ്യുന്നത് മനു എന്ന് പറയുന്ന ആളാണ്, മനുഷ്യരാശിയുടെ ആദ്യത്തെ ആൾ. ഈ കഥ ഇന്ത്യയിൽ മാത്രമല്ല, ഈ കഥ സിവിലൈസേഷൻസിലെല്ലാം പരക്കെ കിടക്കുന്ന ഒന്നാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. രക്ഷിക്കാൻ വേണ്ടി ഫറോ മീൻസ് മീൻസ് എന്ന ഫറോ രാജാവ് വന്ന് ഡൈക്സ് ഉണ്ടാക്കി വെള്ളത്തെ കൺട്രോൾ ചെയ്ത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ രക്ഷിച്ചു. ഇതേ കഥ ഗ്രീക്ക് സിവിലൈസേഷനിലുണ്ട്. വേൾഡിങ്കർ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കത്തിൽ മീനോസ് എന്ന് പറയുന്ന ഒരാൾ വെള്ളപ്പൊക്കത്തിൽ ബോട്ടുണ്ടാക്കി സിവിലൈസേഷൻ രക്ഷിച്ചു. ഞങ്ങളുടെ വേദപുസ്തകത്തിൽ യഹൂദന്മാരും ക്രിസ്ത്യാനിലും മുസ്ലിം വേദപുസ്തകത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. അല്ലെങ്കിൽ നോവ എന്ന് പറയുന്ന രക്ഷിച്ചു. അപ്പോൾ ഈ കഥയെല്ലാം ശ്രദ്ധിക്കാൻ മനസ്സിലാക്കണം. മായും നായും കോമൺ ആണ്. നമ്മൾ മനു എന്ന് പറയുന്നു, ഈജിപ്തുകാർ മീൻസ് എന്ന് പറയുന്നു, ഗ്രീക്കുകാർ മീനോസ് എന്ന് പറയുന്നു. എല്ലാം മായും നായും ചേർന്ന വാക്കുകളാണ്. അതിൽ നാ മാത്രമേ ഉള്ളൂ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ നോവ എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ഇത് 16,000 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെങ്ങും നിന്നൊരു കഥയാണ് ഈ പറയുന്ന ഒന്നാമത്തെ അവതാരം എന്ന് പറയുന്ന കഥ. പക്ഷേ ഒന്നാമത്തെ അവതാരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നാശവും നമ്മുടെ ഗാഞ്ചറ്റിക് സിവിലൈസേഷൻ, ഇപ്പോഴത്തെ നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ മൂർത്തിമന്ത ഭാവം ഇതുണ്ടാവുന്നത് ഈ കഥയുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ഒറിജിനലി ഗംഗാനദി ഉത്തരാഖണ്ഡിൽ നിന്ന് പുറപ്പെട്ട് ഗോമുഖിൽ വന്ന ശേഷം അത് ഒഴുകി ചെന്ന് സരസ്വതി നദി ലയിച്ച ശേഷം അത് റാൻ ഓഫ് കച്ചിൽ പോയി വീണ നദിയായിരുന്നു ഗംഗാനദി. അങ്ങനെയാണ് 1500 പട്ടണങ്ങളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദി സംസ്കാരത്തിൽ. അത് 700 എണ്ണവും സരസ്വതി നദിയുടെ തീരത്താണ്. സരസ്വതി പഞ്ചമഹാനദികളിൽ സപ്തസൈന്ധവത്തിലെ ഏറ്റവും വലിയ നദിയായിരുന്നു. ഗംഗാനദിയും സരസ്വതി നദി ചേർന്ന് ഒഴുകിക്കൊണ്ടിരുന്നു. പക്ഷേ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗോമുഖത്തിൽ ഒരു ഭൂമിയിലൊക്കെ ഉണ്ടായി. 2000 അടി പൊക്കത്തിലൊരു മല പൊങ്ങി വന്നു. പക്ഷേ മലയ്ക്ക് അവിടെ എവിടെയും വിള്ളലുണ്ടായിരുന്നു. അതുവഴി ഗംഗാനദി അപ്പുറത്ത് ഒഴുകിയിരുന്നു. ചില സമയത്ത് ബ്ലോക്കായി പോകും,
അതുകൊണ്ടാണ് ഋഗ്വേദത്തിൽ സരസ്വതി നദിയെ പറ്റി പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് കണ്ട് കാണാതെയുമാവും സരസ്വതി. മഴക്കാലത്ത് നദിയായി ഒഴുകി, മഴയല്ലാത്ത കാലത്ത് കുളങ്ങളായി മാത്രം കടന്നു. കുളത്തിന് സംസ്കൃതത്തിലുള്ള പേരാണ് സരസ്. സരസ്സുകൾ ചേർന്നുള്ള നദിയായതുകൊണ്ട് അതിനെ സരസ്വതി എന്ന് വിളിച്ചു. പിന്നീട് ദേവിയുടെ പേരായി മാറുകയാണ്. അപ്പോൾ ഈ പർവ്വതനിരയെ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാൻ തീരുമാനിച്ചു ഭാഗീരഥൻ എന്ന ശ്രീരാമചന്ദ്ര ഭഗവാന്റെ മുതുമുത്തശ്ശനായ വ്യക്തി. അദ്ദേഹം ഈ മലക്കകത്ത് വെള്ളമുള്ള സ്ഥലത്തെല്ലാം മണ്ണും പാറയിട്ട് അടച്ച് കഴിഞ്ഞപ്പോൾ ഇന്ന് ഗംഗാനദി വന്ന പാറയിൽ തട്ടിയിട്ട് തിരിഞ്ഞൊഴുകാൻ തുടങ്ങി. അവിടുത്തെ ക്ഷേത്രം പരമശിവൻ ക്ഷേത്രമാണ്. പരമശിവൻ ഗംഗാനദിയെ തലയിൽ വഹിച്ചു എന്ന് പറയുന്ന വിശ്വാസമുള്ള ക്ഷേത്രം. ഞാൻ ഈ സ്ഥലത്തെല്ലാം പോയിട്ടുണ്ട്. അവിടെ നദി തിരിയുമ്പോൾ ആ നദിയുടെ പേര് ഈദ് ചെയ്ത ഭാഗീരഥ രാജാവിൻ്റെ പേര് തന്നെയാണ്. ഭാഗീരഥി തന്നെ എൻ്റെ പേര്. അത് അവിടുന്ന് ഒഴുകി അളകനന്ദയിൽ ചേർന്നു. എന്നിട്ട് അത് അവിടുന്ന് ഒഴുകി നേരെ വന്ന് ത്രിവേണി സംഗമത്തിൽ വന്ന് യമുന നദിയുമായി ചേർന്ന് ഈ ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ വഴി ബംഗ്ലാദേശിൽ ചെന്നത് ബേ ഓഫ് ബംഗാളിൽ വീഴാൻ തുടങ്ങി. അപ്പോൾ 4000 വർഷത്തിന് മുമ്പ് ഗോമുഖിൽ നിന്ന് സരസ്വതി നദി ലയിച്ചിട്ട് വാനപ്പച്ചി പോയൊരു നദി അവിടുന്ന് ഗതി തിരിഞ്ഞ് നമ്മൾ ഇന്ന് കാണുന്ന ഗംഗാനദിയായി മാറി. നമ്മുടെ മഹത്തായ ഗാഞ്ചറ്റിക് സിവിലൈസേഷൻ ഉത്ഭവമായി മാറി. ഈ കഥ വളരെ കൃത്യമായി മത്സ്യാവതാരത്തിൽ വരികയാണ്. ഈ മനുവിൻ്റെ മഹത്തായ പ്രവൃത്തി അവിടെ തിരികെയാണ്. അപ്പോൾ ഈ അങ്ങനെ ഗംഗാനദി വന്നിട്ട് യമുന തീരുന്നു. അതാണ് ത്രിവേണി സംഗമം. ഭൂമിക്കടിയുടെ സരസ്വതിയോട് വന്നു ചേരുന്നെന്ന് സങ്കല്പം. ആ സങ്കല്പം ഒരു ശാസ്ത്രീയ സത്യമാണെന്ന് അമേരിക്കൻ സാറ്റലൈറ്റ്സ് തെളിയിച്ചു. 2004 ഇന്ത്യയുടെ ഭൂമിക്കടിയിലുള്ള വെള്ളത്തെപ്പറ്റി അവർ സാറ്റലൈറ്റ് ഉപയോഗിച്ച് പഠിച്ചു. അവർ പഠിച്ചപ്പോഴാണ് അമേരിക്കൻ സാറ്റലൈറ്റ്സ് കണ്ടെത്തി ഭൂമിക്കടിയിലൂടെ ഒരു റിയൽ റിവർ വാട്ടർ ഫോർമേഷൻ വന്നിട്ട് ത്രിവേണി സംഗമത്തിലേക്ക് കണ്ടെത്തി. 14,000 കൊല്ലം നമ്മൾ കണ്ട ആ സ്വപ്നം ഒരു സയന്റിഫിക് ട്രൂത്താണെന്ന് കണ്ടെത്തിയിട്ട് 20 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ത്രിവേണി സംഗമത്തിൽ 12 കൊല്ലം കൂടുമ്പം കുംഭമേള നടക്കും. 12 കുംഭമേള. അങ്ങനെ 12 കുംഭമേളകൾ കഴിയുമ്പോൾ 144 വർഷമാകുമ്പോൾ മഹാകുംഭമേള. ഈ മഹാകുംഭമേള ആര് കണ്ടാലും അയാൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് മഹാകുംഭമേള കാണാൻ ഇത്തവണ 41 കോടി ആളുകളാണ് പോയത്. പക്ഷേ വേദവ്യാസൻ എഴുതുന്ന കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. പണ്ട് അവിടെ പോയാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്തിട്ട് മഹാകുംഭമേള മുഴുവൻ കണ്ടു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവർക്കും മോക്ഷം കിട്ടും. വേദവ്യാസൻ ഡെഫിനിഷൻ അനുസരിച്ച് മഹാകുംഭമേള കണ്ടു, നമ്മൾ ടെലിവിഷനിൽ കണ്ടു, നമുക്കെല്ലാം മോക്ഷം കിട്ടും. രണ്ടാമത് മഹാഭാരതം പറയുന്നു 6 ഗ്രഹങ്ങളുടെ ഒത്തുവരുന്നത് കണ്ട എല്ലാവർക്കും മോക്ഷം കിട്ടുന്നതാണ്. 324 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി 6 ഗ്രഹങ്ങൾ ഒറ്റ ലൈനി വന്നു മാർച്ച് 8-ാം തീയതി. അത് കണ്ട മോക്ഷം കിട്ടും. കഴിഞ്ഞവണ നമ്മൾ മാർച്ച് 8 നമ്മൾ ടെലിവിഷൻ ഓൺ ചെയ്ത് മുഴുവൻ കണ്ടു. അപ്പോൾ ഈ ത്രിവേണി സംഘം മഹാകുംഭമേള ടെലിവിഷനിൽ കാണുകയും 6 ഗ്രഹം ഒന്നിച്ചിരുന്ന് ടെലിവിഷനിൽ കാണുകയും ചെയ്തു. 324 വർഷം കൂടുന്ന സംഭവിക്കുന്നു, 144 വർഷം കൂടി സംഭവിക്കുന്നതും കൂടെ ഇക്കൊല്ലം ഒരുമിച്ച് വന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം തന്നെ മോക്ഷം ഉറപ്പാണ്. മഹാഭാരതം പറയുന്ന വിശ്വാസം അനുസരിച്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ഭാഗവതം മത്തിക്കളയരുത്. 4-ാം ഭാഗം മാത്രമുള്ള മോക്ഷം. അപ്പോൾ ഈ ജോഗ്രാഫിക്കൽ ഫിനോമിനൻ മത്സ്യാവതാരത്തിൽ മനുവിൻ്റെ അവതാരത്തിൽ കാണുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ മനുവിൻ്റെ സന്ധി പരമ്പരയാണ് ലോകത്തുള്ള മുഴുവൻ ജനവും. ഈജിപ്തിലെ മീനോസ് സന്ധി പരമ്പരയാണ് ഈജിപ്തിലെ മുഴുവൻ ഫറോ രാജാക്കന്മാരും. ഗ്രീസിലെ മീനോസിൻ്റെ സന്ധി പരമ്പരയാണ് ഗ്രീക്കുകാർ മുഴുവൻ. വേദോത്സവത്തിലെ നോഹയുടെ അല്ലെങ്കിൽ നൂന് സന്ധി പരമ്പരയാണ് ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും. ഈ 4 കഥയിലും എല്ലാ മനുഷ്യരാശിയിലും പിതാവ് ഈ രക്ഷപ്പെടുത്തിയ ആളാണ്. അപ്പോൾ ഇത് മത്സ്യാവതാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധേയമായ പാഠം. 1-ാമത്തെ അവതാരം. 2-ാമത്തെ അവതാരം കൂർമാവതാരമാണ്. പരമശിവന്റെ അവതാരമാണ്. നമ്മുടെ ദുർവാസാവ് എന്ന് പറയുന്ന മഹർഷി. അപ്പോൾ സ്ത്രീകളെല്ലാം കൂടി ദുർവാസാവിന് ഒരു പുഷ്പഹാരം കൊണ്ട് കൊടുത്തു. ആ പുഷ്പഹാരം ദുർവാസാവ് എന്ത് ചെയ്യുന്നറിയാമോ? ദേവേന്ദ്രൻ അങ്ങോട്ട് കൊടുത്തു. ദേവേന്ദ്രന് പൂക്കൾക്കകത്തെല്ലാം വണ്ടും ഈച്ചയൊക്കെ ഇരിക്കുന്ന സാധനമായിരുന്നു. അത് ഐരാവതത്തിൻ്റെ നെറ്റിയിലോട്ട് വെച്ചു. ഐരാവതം തുമ്പിക്കൊണ്ടിട്ട് ഏറ് വെച്ചു. ഇത് ദുർവാസാവ് കണ്ടു. ദുർവാസാവ് ഒരൊറ്റ ശാപം. ദേവന്മാർക്ക് ജരയും നരയും ഉള്ളവരാകട്ടെ എന്നൊരൊറ്റ ശാപം. ഈ പെണ്ണുങ്ങളിൽ ഹാരം ഉണ്ടാക്കി കൊടുത്തതെന്താണെന്നറിയാമോ? ഈ ദുർവാസാവ് ഇത് കഴുത്തിലിടും. അവൻ്റെ അണ്ണാക്കിലും മൂക്കിലും ചെവിയിലെല്ലാം ഈച്ച കയറട്ടെന്ന് വിചാരിച്ച സ്ത്രീകൾ ചെയ്ത പരിപാടിയാണ്. ദുർവാസാവിനോട്ട് കൊടുത്ത പരിപാടിയാണ്. ഇവൻ ഈ ശവിച്ച് നടക്കയില്ലേ, ദുർവാസാവ് അനുഭവിക്കട്ടെന്ന് ചെയ്താ. പക്ഷെ ഗ്രഹപ്പഴിക്ക് ദുർവാസാവ് ചെയ്തിട്ട് ഇന്ദ്രന് കൊടുത്തവൻ.
ഇന്ദ്രൻ ഐരാവതത്തിനെ പുറത്ത് വെച്ചു. ഈച്ച എല്ലാം കൂടെ ഐരാവതത്തിൻ്റെ മൂക്കിലും ചെവിയിലും കയറി സംഗതി ശാപത്തിൽ കലാശിച്ചു. അപ്പോൾ രക്ഷപ്പെടുത്തണം. അതിന് ഈ ദുർവാസാവ് പരമശിവന്റെ അവതാരമാണ്. പരമശിവനും വിഷ്ണു ഭഗവാനും എല്ലാം കൂടെ കൂടി ദേവന്മാരും അസുരന്മാരോട് കൂടി പാലാഴി മഥനം നടത്തുകയാണ്. ഇപ്പോൾ പാലാഴി മഥനം നടത്തുമ്പോൾ ഈ മന്ത്രപർവ്വതം എവിടെയെങ്കിലും ഇരിക്കണ്ടേ? അതിന് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഞാൻ ആമയുടെ രൂപത്തിൽ അടിയിലിരിക്കാം, എൻ്റെ മുകളിലോട്ട് ഈ പർവ്വതം വെച്ച് കറക്കാൻ പറഞ്ഞു. അപ്പം അന്ന് മലയാളികൾ കയറുണ്ടാക്കി തുടങ്ങിയിട്ടില്ല, പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചിട്ടുമില്ല. അപ്പം എന്ത് ചെയ്യും? പരമശിവൻ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നിന്ന് വാസുകയും വിട്ടുതരാം, അതിനെ അങ്ങോട്ട് ചുറ്റിയിട്ട് കറക്കാൻ പറഞ്ഞു. അങ്ങനെ പാലാഴി മഥനം നടക്കുകയാണ്. ഇവിടെ ഒന്നാമത്തെ പാഠം എന്താണ്? ദൈവമാകുന്ന അതിൽ അടിസ്ഥാനം വെക്കാത്ത ഒരുത്തനും വിജയിക്കത്തില്ല. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഈശ്വരനായിരിക്കണം അടിസ്ഥാനം. വിഷ്ണു ഭഗവാൻ അടിസ്ഥാനമായിട്ട് വന്നുകൊണ്ടാണ് പാലാഴി നടന്നു. അല്ലെങ്കിൽ നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റിയല്ല. ഈ എന്തിനാണ് ആമയായിട്ട് ജനിച്ചത്? ഈ ലോങ് ആൻഡ് ആർഡ്വസ് വർക്ക് ചെയ്യാൻ ആമയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. മുയലും ആമയും കൂടെ മത്സരിച്ചു. മുയലൊരു ഓട്ടം ഓടി, പിന്നെ അടങ്ങിക്കിടന്നു, പിന്നെ ആമ മത്സരം അങ്ങ് ജയിച്ചു. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മളുണ്ടാക്കുന്ന കഥയാണ്. ഈ കഥ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കഴിഞ്ഞുള്ള BBC വേൾഡ് സർവീസ് ഒരു 500 മീറ്റേഴ്സ് റേസ് വെച്ചു. ഒരു മുയലിനെ ഒരു ആമയും വിളിച്ചോണ്ട് വന്നിട്ട് ആമ ഒരൊറ്റ ഓട്ടം ഓടി 100 മീറ്റർ അവിടെ നിന്നു. ആമയുടെ കുഴപ്പമില്ല, ആമ ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ല. മുയലൊരൊറ്റ ഓട്ടം ഓടി 100 മീറ്റർ അവിടെ നിന്നു. കാര്യം മുയല് ഒരു കോൾഡ് ബ്ലഡ് ആനിമലാണ്. കോൾഡ് ബ്ലഡ് ആനിമലിന് കണ്ടിന്യൂസ് ആയി ആർഡേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 100 മീറ്റർ ഓടിയിട്ട് അവിടെ നിന്നു. പിന്നെ കുറേ നേരം കൊണ്ട് ശ്വാസമൊക്കെ പിടിച്ച് രക്തത്തിനകത്ത് റെഡ് ബ്ലഡ് കോർപ്പസൽസ് എല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ മുയൽ ഒരൊറ്റ ഓട്ടം ഓടി. പിന്നെ ഒരു 100 മീറ്റർ അവനവിടെ നിന്നു. മുയലിനെ ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിലേ കുറുക്കനും ചെന്നൈക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അത് മുയലെ പിടിച്ചെങ്കിൽ അവർ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവൻ കണ്ടിന്യൂസ് ഓടുന്ന ഹോട്ട് ബ്ലഡ് ആനിമലാണെങ്കിൽ മുയലും മറ്റേ ഈ കുറുക്കനൊക്കെ ചത്തുപോകത്തില്ലേ? ആമയോ? ആമയ്ക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ആമ കണ്ടിന്യൂസ് ആയിട്ട് 500 മീറ്റർ നടന്ന് മുയൽ 450 മീറ്റർ ആയപ്പോഴേക്കും ആമ 500 മീറ്റേഴ്സ് റേസ് ജയിച്ചു. നിങ്ങൾ ടെലിവിഷൻ അടിച്ചു നോക്കിയാൽ അത് ഈ റേസ് BBC വേൾഡ് സർവീസിൻ്റെ നെറ്റിൽ കിടപ്പുണ്ട് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആമ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടാൽ ബോംബെ വരെ ആമ സ്ലോ ആൻഡ് സ്റ്റഡി ടക്കെ എന്ന് നടന്നങ്ങ് പോകും. അതാണ് ആമയുടെ കഴിവ്. മുയലിന് 3 കൊല്ലത്തെ ആയുസേ ഉള്ളൂ, പട്ടിക്ക് 20 കൊല്ലത്തെ ആയുസേ ഉള്ളൂ, കുതിരയ്ക്ക് 30 കൊല്ലത്തെ ആയുസേ ഉള്ളൂ, മനുഷ്യന് 80 കൊല്ലത്തെ ആയുസേ ഉള്ളൂ. ആമയ്ക്ക് 180 years. ലണ്ടൻ സൂവിൽ ആമയ്ക്ക് 324 വർഷമായി, 324 വയസ്സ് പ്രായമായി. ആമയ്ക്ക് ദീർഘമായി വർക്ക് ചെയ്യാൻ പറ്റും. അവന് നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കാൻ പറ്റും. ഒരാറ്റം മുമ്പിലിട്ടാൽ 2 ജീവി രക്ഷപ്പെടും. ആമയും രക്ഷപ്പെടും, പാറ്റയും രക്ഷപ്പെടും. നമ്മളൊക്കെ ചത്തുപോകും ആറ്റം വീണാൽ. അപ്പോൾ ഇവിടെ ഈശ്വരൻ ആമ എന്ന് പറയുന്ന ആ രൂപത്തിൽ ജനിച്ചെന്തുകൊണ്ടാണ്? അവതാരം എടുത്തത് എന്തുകൊണ്ടാണ്? ഇതുപോലൊരു ഹാർഡ്നെസ് വർക്ക് ചെയ്യാൻ ആമയ്ക്ക് മാത്രമേ പറ്റൂ. അതുകൊണ്ട് ആമയായിട്ടിരുന്നു. ആമയ്ക്ക് വെള്ളത്തിലും ജോലി ചെയ്യാം, കരയ്ക്കും ജോലി ചെയ്യാം. അങ്ങനെ ആമ എന്ന അടിസ്ഥാനം, ഈശ്വരനാകുന്ന അടിസ്ഥാനത്തിൽ നമ്മൾ നിന്നില്ലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. ആ അടിസ്ഥാനമായി ആമ നിന്നു. പാലാഴി മഥനം നടന്നു. എന്ത് ചെയ്തു? പാലാഴി മഥനത്തിൽ നിന്ന് 70 സാധനങ്ങൾ പൊങ്ങി വന്നു. 70 സാധനം. നവരത്നങ്ങൾ മുഴുവൻ പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിലാണ്. പാരിജാതം പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിലാണ്. ലക്ഷ്മി ഭഗവതി പൊങ്ങി വരുന്നത് പാലാഴി മഥനത്തിലാണ്. 69 സാധനം പൊങ്ങി വന്ന ശേഷം പിന്നെ അമൃത് പൊങ്ങി വന്നു. അമൃത്. അപ്പോൾ മരണത്തെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയണമെങ്കിൽ അവൻ ദീർഘമായ ശ്രമങ്ങൾ നടത്തണം. രത്നം, പാരിജാതമോ നവരത്നങ്ങളോ വേണമെങ്കിൽ ദീർഘമായ അധ്വാനം അവന് വേണം. ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ കാഠിനാധ്വാനത്തിലൂടെ ജീവിത വിജയം നേടിയവന് മാത്രമേ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ കിട്ടൂ. വളരെ അത്ഭുതകരമാണ്. ഇപ്പോൾ 70 സാധനം പൊങ്ങി വരികയാണ്. അപ്പോൾ മനുഷ്യരോട് പറയുകയാണ്, ഈ പാലാഴി മഥനം പോലെ ഹാർഡ് വർക്കില്ലാതെ ഒരുത്തനും രക്ഷപ്പെടുകയില്ല. പിന്നെ ആമയെപ്പോലെ പഠിക്കുന്ന കുട്ടിയാണ്. ആമയെപ്പോലെ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിച്ചെല്ലണം, തപ്പിച്ചെല്ലാതെ ഒരു കാര്യവും നടക്കുകയില്ല. അപ്പോൾ ദീർഘമായ ശ്രമങ്ങളില്ലാത്ത ഒരു കുട്ടിക്കും പരീക്ഷയ്ക്ക് വലിയ മാർക്കൊന്നും കിട്ടത്തില്ല. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. വിജയത്തിലേക്ക് കുറുക്കൊഴിയൊന്നുമില്ല. നമ്മൾ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കും, the heights that great men reached and kept are not attained by sudden flight. They, while their companions slept, were toiling upwards. ഇതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. ആമയായി ദീർഘമായ അധ്വാനത്തിലൂടെ 70 സാധനം പൊങ്ങി വരുന്നവരെ ആ മലയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുകയാണ്. അവിടെയാണ് വിജയം എത്തിച്ചേരുന്നത്.
അവൻ മനുഷ്യൻ്റെ ജീവിതാധ്വാനത്തിൽ അവൻ വിജയം വരിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കൊരു പാഠം തരികയാണ് ആമ എന്ന് പറയുന്ന കൂർമാവതാരത്തിലൂടെ. മറ്റു മൃഗങ്ങളെ ഓടിച്ചിട്ട് കടിച്ചാൽ കൊല്ലാൻ പറ്റും. പക്ഷെ കുറുക്കനോ പട്ടിയോ ഒരാമയെ ആക്രമിക്കാൻ പോയാലോ ആമ 4 കാലും തല ഉള്ളിലേക്ക് അങ്ങ് വലിക്കും. ആമയെ പട്ടി കടിച്ചാലേ ആമയ്ക്കൊന്നും പറ്റിയല്ല. ചെന്നാ വന്ന് ആമയെ കടിച്ചാൽ ആമയ്ക്ക് വല്ലതും പറ്റുമോ? പറ്റിയല്ല. ആമ രൂപത്തിൽ ഭഗവാൻ നമ്മളോട് ഒഴിക്കുകയാണ്. അറ്റാക്ക് ചെയ്യേണ്ട സമയമുണ്ട്, വിഡ്രോ ചെയ്യേണ്ട സമയമുണ്ട്. ചില സമയത്ത് നമ്മൾ ആളുകൾ ആക്രമിക്കാൻ വന്നാൽ മിണ്ടരുത്, കാര്യം അവൻ ചലിച്ചിട്ട് പൊക്കോട്ടെ. ആമയുടെ കൂട്ട് വിഡ്രോ ചെയ്യുമ്പോൾ വിഡ്രോ ചെയ്യാനും തലയും കാലും പുറത്തിറക്കേണ്ട സമയത്ത് പുറത്തിറക്കാനും പറ്റിയിരിക്കണം. ആമ കുർമാവതാരത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി അങ്ങനെ വല്ല അവതാരം സംഭവം നടക്കുമ്പോഴാണ് പാമ്പ് അങ്ങോട്ട് വിഷം ഛർദ്ദിച്ചു. കാളുകൂടെ വിഷം, വാസുകിയുടെ വിഷം അങ്ങോട്ട് വന്നു. അത് ഭൂമി മുഴുവൻ പരന്നാൽ ലോകം മുഴുവൻ നശിച്ചു. പരമശിവൻ വിഷമെടുത്ത് അങ്ങ് വിഴുങ്ങി. പാർവതി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, കൊങ്ങ. അവിടെ കയറി ഒരൊറ്റ ഞെക്ക് പാർവതി. പരമശിവന് മരണമുണ്ടോ? സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ദേവനാണ് പരമശിവൻ. മരണത്തിന് അധിപനായ പരമശിവന് മരണമുണ്ടോ? ഇല്ല. പാർവതിക്ക് മനസ്സിലായോ? ഇല്ല. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരെ മനസ്സിലാക്കിയിരിക്കണം. ഭർത്താവിൻ്റെ കപ്പാസിറ്റി എന്താണ്, ഭർത്താവിൻ്റെ കഴിവെന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. കേരളം മുഴുവൻ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ ഒരിക്കൽ എൻ്റെ കൂടെ പ്രസംഗിക്കാനുണ്ടായിരുന്നു. ഞാനിന്ന് DGP ആണ്. പ്രസംഗം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വണ്ടി പിടിച്ചു തരണേ, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ അയ്യോ അങ്ങ് ടാക്സി ഒന്നും പിടിക്കണ്ട, ഞാൻ വിട്ടോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ 3 സ്റ്റാറുള്ള DGPയുടെ വണ്ടിയിൽ ഞാൻ ആരാധിക്കുന്ന പോലെ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുവിട്ടു. 10:15 വാതിൽ തുറന്ന് ഭാര്യ ഇറങ്ങുന്നു. എവിടെ പോയി കിടക്കുകയായിരുന്നു 10:30 മണി വരെയ്ക്ക് ആള്. ഞാനങ്ങ് ഞെട്ടിപ്പോയി. കേരളം മുഴുവൻ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പെണ്ണുമ്പിള്ളെ കണ്ടല്ലോ, ഈ മനുഷ്യൻ ഒന്നുമല്ല. എവിടെ പോയി കിടക്കുകയായിരുന്നു 10:30 വരെയായിരുന്നു. പല ഭാര്യമാരുടെ കുഴപ്പം ഇതാണ്. ഭർത്താവിൻ്റെ കഴിവെന്താണ്, ഭർത്താവ് ലോകം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാതെ ഭാര്യമാർ റിയാക്ട് ചെയ്താൽ ഈ പാർവതിയുടെ പരിവായി പോകും. പാർവതി കൊങ്ങ പിടിച്ച അതങ്ങ് കട്ടിയായവിടെ. അതാണ് വള്ളത്തോൾ പാടുന്നത്, നീലകണ്ഠനായതല്ലോ പരമശിവൻ. പരമശിവൻ നീലകണ്ഠനായി. അവിടെ ഈ വിഷം കൺസോൾട്ടേറ്റ് ചെയ്ത് ഇരിപ്പായിപ്പോയി. നമ്മളെ കൂർമാവതാരം പഠിപ്പിക്കുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ നല്ല കാര്യം ചെയ്യുമ്പോൾ വിഷം ഉണ്ടാവും. ആ വിഷത്തെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിരിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് പേപ്പർ വേണം. പേപ്പറില്ലെങ്കിൽ പുസ്തകം അച്ചടിക്കാൻ പറ്റുമോ? പേപ്പറില്ലെങ്കിൽ ന്യൂസ് പേപ്പർ അച്ചടിക്കാൻ പറ്റുമോ? പേപ്പറില്ലെങ്കിൽ മാസിക അച്ചടിക്കാൻ പറ്റുമോ? അപ്പം പേപ്പർ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഈറ്റ എവിടെ കിടക്കുന്നു? സഖ്യപൂർവ്വത്തിൽ കിടക്കുന്നു. പുല്ലൂർ ഒരു പേപ്പർ മില്ലുണ്ടാക്കി. അതുവരെ കല്ലടയാറെന്ന് പറയുന്നത് കണ്ണീരൊഴുകുന്ന കല്ലടയാറേ എന്ന് ഉണ്ണിനീലി സദസ്സിൽ കവി പാടി കല്ലടയാറ്റിലോട്ട് യുവമാരൊരു പേപ്പർ മില്ല് കൊണ്ടുവന്നു. പുല്ലൂരിൽ നിന്ന് അങ്ങോട്ട് വിഷം പൊടിക്കുക നോക്കി. കല്ലടയാറ് കറത്തിരണ്ട് കൈ അങ്ങോട്ട് മുക്കിയുണ്ടല്ലോ, ചൊറിഞ്ഞ് കയറി ഇത് സാധനം. മഹാകവി പാടി കല്ലടയാറൊഴുകുന്നു വിഷലിപ്തമായി. നിങ്ങളൊക്കെ അനുഭവിച്ചല്ലേ ഈ കല്ലടയാറ് കറട്ടൊഴുകിയപ്പോൾ? പുല്ലൂരാണ് നിങ്ങളിവിടെ ഉണ്ടാക്കി വിട്ടതാണ് സാധനം വീട്. അപ്പോൾ ആ വിഷം പിന്നെ നമ്മുടെ തൊഴിലാളികളെല്ലാം കൂടെ സമരം ചെയ്തവനെ പൂട്ടിച്ച്. അത് നല്ല കാര്യം. കല്ലായിപ്പുഴ എന്നൊരു പുഴയുണ്ട് കോഴിക്കോട്. കണ്ണീര് പോലത്തെ പുഴയാണ്. സിനിമയിൽ കവി പാടി കല്ലായിപ്പുഴ ഒരു മണവാട്ടി എന്ന് പാടി. കണ്ണീര് പോലൊഴുകുന്ന കല്ലായിപ്പുഴ എന്ന് പാടി കവി. കല്ലായിപ്പുഴയുടെ തീരത്ത് മാവൂർ റയോൺസ് ഫാക്ടറി കൊണ്ടുവന്നു. ഈ റയോൺസ് ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാര്യമാർക്ക് നല്ല സാരി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? റയോൺസ് ഇല്ലെങ്കിൽ പറ്റിയ. അപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ സഖ്യപൂർവ്വത്തിൽ നിന്ന് മലപ്പുറത്ത് ജില്ലയിലുണ്ടാകുന്ന പ്രത്യേകത ഒരു ഈറ്റയിൽ നിന്ന്, ഒരു മുളയിൽ നിന്ന് റയോൺസ് ഉണ്ടാക്കാം. മാവൂർ റയോൺസ് ഉണ്ടാക്കി. ലോകം മുഴുവൻ തുണിയുണ്ടായി. നമ്മുടെ സ്ത്രീകളൊക്കെ സുന്ദരമായ തുണിയെ കൊടുത്തുകൊണ്ട് നടന്നു. മാവൂർ റയോൺസ് വിഷം ഉണ്ടാക്കാൻ തുടങ്ങി. കല്ലായിപ്പുഴ ഉണ്ടല്ലോ, കറുത്തിരുണ്ട നദി. തൊടാൻ നോക്കത്തില്ല, തൊട്ടാൽ നമ്മൾ ചൊറിയോ. ആ വെള്ളം എടുത്ത് ആഹാരത്തിൽ അങ്ങനെ കയറിപ്പോയെങ്കിൽ വയറിലേക്ക് ആഫീസ് പൊട്ടിപ്പോകും. അവസാനം തൊഴിലാളി സഹകമ്പലാണ് സമരം ചെയ്തതിനെ പൊട്ടിച്ച്. നല്ല കാര്യം പൊട്ടിച്ച്. അപ്പോൾ പറയുകയാണ്, ഈ ലോകത്തിൽ എന്തും നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതിന് ബൈ പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾ കഴിക്കുന്നൊരു മരുന്ന് നിങ്ങളുടെ രോഗം സുഖമാക്കാൻ കൊള്ളാം. പക്ഷേ ആ മരുന്നിന് ഡോസ് തെറ്റിയാൽ നിങ്ങൾ ചത്തു പോകും. ചിലപ്പോൾ സ്ട്രോക്ക് അടിച്ച് കിടന്നു പോകും. ആ മരുന്നിൻ്റെ റിയാക്ഷൻ. മരുന്ന് നല്ല സാധനമാണ്, പക്ഷെ അത് ഉപയോഗിക്കേണ്ട അളവിലല്ല. അത് ഉപയോഗിച്ചാൽ മരണം സംഭവിക്കാം. ഫാക്ടറി ഇല്ലെങ്കിൽ ഈ ലോകത്ത് പത്രം ഉണ്ടാക്കാൻ പറ്റിയല്ല, സാരി ഉണ്ടാക്കാൻ പറ്റിയല്ല. പക്ഷെ ആ വിഷവസ്തു ലോകം മുഴുവൻ പരന്നാൽ ലോകം മുഴുവൻ നശിച്ചു. അപ്പോൾ ഹൗ ടു കണ്ടെയ്ൻ? ഒരു ഫാക്ടറി ഉണ്ടായാൽ ആ ഫാക്ടറി ഉണ്ടാക്കുന്ന വിഷത്തെ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം?
പാലാഴിമന്ത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. പരമശിവൻ കണ്ടെയ്ൻ ചെയ്തു, എടുത്ത് വിഴുങ്ങി രക്ഷപ്പെട്ടു. നമുക്ക് വിഴുങ്ങാൻ പറ്റുമോ? പറ്റിയല്ല. ആ വിഷത്തെ കണ്ടെയ്ൻ ചെയ്ത് സമാഹരിക്കണം, എങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇതാണ് പാലാഴി മന്ത്രത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനാണ് ഭഗവാൻ കൂർമാവതാരമായി വരുന്നത്. അറ്റാക്ക് ചെയ്യേണ്ടപ്പോൾ അറ്റാക്ക് ചെയ്യുക, അല്ലാത്തപ്പോൾ തലയും കാലുമൊക്കെ അകത്തോട്ട് വലിച്ചവിടെ ഇരിക്കും. എത്ര വർഷം വേണമെങ്കിലും പ്രയത്നിക്കാൻ കഴിയുന്ന ആമയായി ഭഗവാൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. മൂന്നാമത്തെ അവതാരം വരാഹം, പന്നി. പന്നി എന്ന് കേൾക്കുമ്പോഴേ മ്ലേച്ഛം. എന്താ കാര്യം? അത് വേസ്റ്റ് തിന്ന്, പന്നി വേസ്റ്റ് തിന്ന്. പക്ഷെ ഈ പന്നി വേസ്റ്റ് തിന്നില്ല. നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ലോകത്തിലെ വേസ്റ്റിനെ തിന്ന് തീർത്ത് അതിനെ ഇല്ലാതാക്കുന്നതാണ് പന്നിയുടെ ജോലി. എന്താണ് വേസ്റ്റ്? മഹാനായ ശാസ്ത്രജ്ഞൻ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. വേസ്റ്റ് ഈസ് മാറ്റർ പ്ലേസ്ഡ് ഇൻ ദ റോങ് പ്ലേസ്. തെറ്റായ സ്ഥലത്ത് ഒരു മാറ്റർ കിടക്കുന്നത് അത് വിഷമാണ്, അല്ലെങ്കിൽ വേസ്റ്റാണ്. അതേ വേസ്റ്റ് നമ്മുടെ വാഴയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ ആ വാഴയ്ക്ക് സുന്ദരമായ വളർച്ച ഉണ്ടാവും. അത് വളമാണ്. ഈ വേസ്റ്റ് മരത്തിൻ്റെ ചുവടി ചെല്ലുമ്പോൾ വളമാണ്. പക്ഷെ ആ വേസ്റ്റ് ജനങ്ങളുടെ ഇടയിൽ കിടന്നാലോ അത് പോയിസണാണ്. അപ്പോൾ ഒരു വസ്തു എവിടെ കിടക്കുന്നതുകൊണ്ടാണ് വേസ്റ്റ് ആവുന്നത്. ആ വേസ്റ്റിനെ പന്നി തിന്ന് നമ്മുടെ സ്ഥലത്തെ അത് സംരക്ഷിക്കുകയാണ്. അതുപോലെ മറ്റൊരു സാധനമുണ്ട്, കാക്ക. എവിടെയെങ്കിലും വേസ്റ്റ് ഇട്ടാൽ കാക്ക കാ കാ കാക്ക എന്നൊരു വിളി വിളിക്കും. അപ്പോൾ 100 കാക്ക കഴിഞ്ഞ് വരും. അവരെല്ലാം കൂടെ ആ വേസ്റ്റ് മുഴുവൻ അങ്ങ് തീർക്കും. കല്യാണ സദ്യ കഴിഞ്ഞ് നാട്ടുകാർക്ക് ദോഷമായിട്ട് ബാക്കിയുള്ള ആഹാരവും വേസ്റ്റുമെല്ലാം കൂടെ ഒരു തട്ട് തട്ടും. ചിലപ്പം റോഡ് സൈഡിലെല്ലായിരിക്കും. അത് അവിടെ കിടന്ന് പൂഷിച്ചു നാട്ടുകാർക്കൊന്ന് ദോഷമാവും. പക്ഷെ ഒരു കാക്ക അത് കണ്ടാൽ കാക്ക കാക്ക എന്നൊരു വിളി വിളിക്കും. 100 കാക്ക വരും. കാക്ക അത് വൃത്തിയാക്കി വിടും. എന്തോ ഒരു സേവനമാണ് ഈ കാക്ക ചെയ്യുന്നത്. നമ്മളൊക്കെ ചത്ത് നമ്മുടെ ആത്മാവിന് മോക്ഷം വേണം. നമ്മൾ ബലിയിടും. ബലിയിട്ടിട്ട് ഒരു വിളി വിളിക്കും, ബലിക്കാക്ക വരും. ബലിക്കാക്ക വന്നത് കഴിച്ചെങ്കിലേ നമ്മുടെ അപ്പന് മോക്ഷം കിട്ടുള്ളൂ. പക്ഷേ ഈ കാക്കയോടും പന്നിയോടും നമുക്ക് വേണ്ടി ദേഷ്യമാണ്. ഭഗവാൻ നമ്മളെ കാണിച്ചു തരികയാണ്. പന്നിയായി ഞാൻ അവതരിച്ചിട്ട് നിങ്ങളെ ഞാൻ രക്ഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടോ? എന്തിനാണ് പന്നിയായിട്ട് അവതരിച്ചത്? വേദങ്ങൾ കൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി ഹയഗ്രീവൻ കൊണ്ട് കടലിനടി കൊണ്ട് ഒളിച്ചു വെച്ചു. മുങ്ങിയെടുക്കാൻ മനുഷ്യന് കപ്പാസിറ്റി ഇല്ല. ഭഗവാൻ എന്ത് ചെയ്തു? കൂർമാവതാരം വെള്ളത്തിലിറങ്ങി മുങ്ങി അങ്ങോട്ട് ചെന്ന് വേദം ഇങ്ങോട്ട് പൊക്കി എടുത്ത് കരയെ കൊണ്ടുവന്നു. അറിവ് പുറത്തേക്ക് കൊണ്ടുവന്നു. നഷ്ടപ്പെട്ട അറിവിനെ പുറത്ത് കൊണ്ടുവന്നു. പഠിക്കുന്ന കുട്ടിയോട് പറയുകയാണ്, മോളെ നീ പരീക്ഷ എഴുതാൻ പോകുമ്പോഴല്ലോ നീ വരാഹാവതാരം ഓർത്തണം. അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങിത്തപ്പി ലൈബ്രറിയുടെ രാത്രിയുടെ യാമങ്ങളിൽ ലൈബ്രറിയിൽ നിന്ന് വായിച്ച് പുസ്തകങ്ങൾ വായിച്ച് അറിവ് പൊയ്ക്കൊണ്ടിരാതെ ആരെങ്കിലും പരീക്ഷ ജയിക്കുമോ? പരീക്ഷ ജയിക്കുകയില്ല. വരാഹത്തിന് സ്വഭാവം കാണിച്ചെങ്കിലേ അറിവിനെ പൊക്കെടുത്ത് വരാൻ പറ്റുള്ളൂ. ഇനി എന്തിനാണ് ഭഗവാൻ വരാഹാവതാരം എടുത്തത്? ഓരോ മൃഗത്തിനും അതിന് ആയുധം കൊടുത്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. സമുദ്രം കടുവായ്ക്കകത്ത വായ്ക്കാത്തിരിക്കുന്ന പല്ലാണ് ആയുധം. മൃഗത്തെ അതിങ്ങനെ ഒരു കടിയും. അപ്പോൾ ഈ വാ തുറക്കുന്ന പ്രോസസ്സിലാണ് ഞങ്ങൾ ഈ വന്യമൃഗത്തെ വെടിവെക്കുന്നത്. വായ്ക്കാത്തൊരു വെടിവെച്ചാൽ പന്നങ്ങ് ചത്തു. സിംഹം കടുവയായിട്ട് ജനിച്ചാൽ അതിന് ഈ വെള്ളത്തിൽ മുങ്ങിച്ചെന്ന് വേദെടുത്തോണ്ട് വരാൻ പറ്റുമോ? പറ്റിയില്ല. അപ്പം അങ്ങനെ ജനിച്ചിട്ട് കാര്യമില്ല. ആനയുടെ ആയുധം മൂക്കാണ്. ആ മൂക്ക് ഇങ്ങനെ വളർന്ന് ഒരു തുമ്പിക്കിങ്ങനെ വരും. പിന്നെ അതിൻ്റെ ആയുധം എവിടെയാണ്? 2 പല്ല് വളർന്ന് കൊമ്പായിട്ട് വരികയാണ്. ആന മൂക്കും പല്ലും ആയുധം. പക്ഷെ ആനയ്ക്ക് വെള്ളത്തിൽ എത്ര അടി താപ്പോട്ട് പോകാൻ പറ്റും? 40 അടി മുങ്ങും. 40 അടി കഴിഞ്ഞപ്പോൾ ആന ചത്തുപോകും. അപ്പോൾ ആനയായി ജന്മം എടുത്താൽ ഭഗവാന് ഈ വെള്ളത്തിനടി കിടന്ന് വേദം പൊക്കെടുത്തോണ്ട് പറ്റുമോ? പറ്റിയല്ല. ഇനി കുതിരയോ? കുതിരയുടെ ആയുധം പുറയിലാണ്. മുൻവശത്ത് തന്നെ മൂക്കിലും വായിലും പല്ലും ഒന്നും കഴിവില്ല. കുതിരക്കിടാൻ അറ്റാക്കണമെങ്കിൽ എബോട്ടയാണ് അടിച്ചിട്ട് ഒറ്റ തൊഴിയങ്ങ് തൊഴിക്കും. നമ്മൾ 100 അടി ദൂരെ പോയി ചത്തു. അപ്പോഴേ ചത്തുള്ളൂ. കുതിരയ്ക്ക് വെള്ളത്തിനടി പോയി ഇതെടുക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പോൾ വെള്ളത്തിനടി പോയി ഇതെടുക്കാൻ ഭഗവാൻ 12 രൂപ കൊടുത്തു. മുങ്ങി അങ്ങോട്ട് ചെന്നിട്ട് പന്നിയുടെ ആയുധം എന്താണ്? പല്ലാണ്. അതെങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്? ഇങ്ങനെ വളർന്ന് മേപ്പോട്ടങ്ങ് പൊങ്ങാണ്. അപ്പോൾ അതങ്ങോട്ട് ചെന്നിട്ട് ആ തേറ്റയിൽ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ആയുധമുള്ള ഒരു മൃഗത്തിന് മാത്രമേ ഈ വേദത്തെ വെള്ളത്തിനടിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി പന്നി ആക്രമിക്കുമ്പോൾ എങ്ങനെയാണ് പന്നി ആക്രമിക്കുന്നത്? പന്നി ആക്രമിക്കാൻ വരുമ്പോൾ ആദ്യം നമ്മളെ നമസ്കരിക്കും. തലയങ്ങോട്ട് താപ്പോട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഈ തേറ്റ വച്ച ഒറ്റ പൊക്കാണ്. വയറിനടിയിൽ ഒറ്റ കുത്തി കിട്ടിയ കീറി ഇവിടെ വരുമ്പോൾ പന്നി കുത്തി ചത്ത് കിടക്കുന്ന ശവശരീരം ഞാൻ ഇൻക്വസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ പന്നി ഇങ്ങനെ അങ്ങോട്ട് തല അങ്ങോട്ട് താത്തിട്ട് ഈ തേറ്റ നേരെ വയറിനടി കൊണ്ടുവന്നൊരു ഒറ്റ കീറിലാണ് ഇങ്ങനെ താളിയെത്തും.
എല്ലാ മനുഷ്യരോടും പറയുന്നു, വേദങ്ങളെ പൊക്കിക്കൊണ്ടുവരാൻ ഞാൻ പന്നിയായിട്ട് പോയപ്പോൾ ചെയ്ത പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാത്ത ആർക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വിനയമുള്ളവനെ ഭൂമി ജയിക്കൂ. പന്നി എന്താണ്? വിനയപൂർവ്വം തലയും കൊണ്ട് താത്തിട്ട് ഒറ്റ പോക്കാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വിനയം വേണം. വരാഹ അവതാരം നമ്മളെ പഠിപ്പിക്കുകയാണ്, വിനയം ഇല്ലാത്തവൻ രക്ഷപ്പെടുകയില്ല. ഇനി ആ വരാഹ അവതാരം ഇന്ന് പുതിയ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. എന്താണ്? അറബി ഭാഷയിലും ഹിബ്രു ഭാഷയിലും സ്വർണം എന്ന വാക്കെന്താണ്? വരാഹൻ. വരാഹൻ. എങ്ങനെ ഈ വാക്ക് വന്നു? രാഷ്ട്രകൂടന്മാരുടെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി വരാഹമാണ്. അവരുടെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് വരാഹ ക്ഷേത്രം, വരാഹ ക്ഷേത്രം. അതുകൊണ്ട് രാഷ്ട്രകൂടന്മാര് നാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ അവരുടെ കൊട്ടാരം, മറ്റേ സൈഡിൽ വരാഹത്തിന്റെ പടമാണ്, പന്നിയുടെ പടമാണ് വെച്ചിരിക്കുന്നത്. അവരുടെ ഏറ്റവും വലിയ ആരാധന മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരമാണ്. പന്നിയുടെ പടമുള്ള സാധനമായതുകൊണ്ട് ആ നാണയത്തെ വിളിച്ചു വരാഹത്തിന്റെ പടമുള്ള വരാഹൻ എന്ന് വിളിച്ചു. അങ്ങനെ ലോകഭാഷകളിൽ സ്വർണത്തിന്റെ പേര് വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹം, ആ പേര് എത്രയാണ്? വരാഹൻ. നമ്മൾ പണ്ട് കുരുമുളക് കയറ്റി അയച്ചിരുന്നു. 3300 വർഷത്തിന് മുമ്പ് ഭരിച്ചിരുന്ന രാമസിസ് രണ്ടാമൻ, ഈജിപ്തിലെ രാജാവ്, മരിച്ച് അയാളുടെ ശരീരം മമ്മിയാക്കി വെച്ചിരുന്നു. 1986 അയാളുടെ ശരീരം കിട്ടി. അപ്പോൾ അയാളുടെ മൂക്കിനകത്തും വായ്ക്കകത്തും ചെവിക്കകത്തും ഒക്കെ കുരുമുളക് നിറച്ച് വെച്ചിരിക്കുകയാണ്. ഈ കുരുമുളക് അഴുകാതിരിക്കാൻ നല്ലതാണ്. അഴുക് ഉണ്ടാക്കുന്ന പുഴുക്കൾ മുഴുവൻ ഈ കുരുമുളകിന്റെ ഇത് എന്ന് തന്നെ ചത്തു. ഈ രാജാവ് വളരെ ക്രൂരനായ രാജാവായിരുന്നു. അതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ അവൻ അണ്ണാക്കിൽ ഇരിക്കട്ടെ എന്ന് നേരത്തെ കയറ്റിയത് നമുക്ക് അറിഞ്ഞുവിടാം. പക്ഷേ ഈ കുരുമുളക് ഇവിടെ നിന്നുണ്ടായി. DNA ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ മലപ്പുറത്തും പാലക്കാട്ടും വിളയുന്ന കുരുമുളകാണ് 3200 കൊല്ലത്തിന് മുമ്പ് രാമസിസ് രണ്ടാമൻ മൂക്കിനകത്ത് അടിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അവിടം വരെ പോയി. സംഘകാലഘട്ടത്തിൽ നമ്മൾ ഈ കുരുമുളക് കൊണ്ടല്ലോ യൂറോപ്പിൽ കയറ്റി അയച്ചിരുന്നു. അങ്ങനെ ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പോയാൽ തിരിച്ച് സ്വർണം ഇങ്ങോട്ട് വരും. അതാണ് സംഘകാല കൃതിയെ 1810 AD 4-ാം നൂറ്റാണ്ടിൽ പറയുന്നു, കറിയേന്തിപ്പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. അങ്ങോട്ട് കുരുമുളക് കയറ്റി അയച്ചാൽ തിരിച്ച് ഇങ്ങോട്ട് സ്വർണം തിരിച്ചു വരാം. അങ്ങനെ തമിഴ് ഭാഷയിൽ കുരുമുളകിന്റെ പേരായ കറി ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരു വാക്കാണ്, CURRY, മീൻ കറി, ഇറച്ചിക്കറി. കുരുമുളക് അല്ലെങ്കിൽ മുളക് ചേർത്തുണ്ടാക്കുന്ന എല്ലാത്തിനും ഇംഗ്ലീഷ് ഭാഷയിൽ കറി എന്നാണ് വിളിക്കുന്നത്. അത് കുരുമുളകിന്റെ തമിഴ് ഭാഷയുടെ വാക്കാണ് കറി. അപ്പൊ ഇങ്ങനെ ലോകമെങ്ങുള്ള ട്രേഡിന്റെ ഭാഗമായി സ്വർണം ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ആ വരാഹത്തിന്റെ പടമുള്ള സ്വർണ്ണ നാണയത്തിന് വരാഹൻ എന്ന് വിളിച്ചു. നമ്മളിന്ന് റുപ്യാന്ന് വിളിക്കും. എന്താണ്? ശശായുടെ കാലത്ത് വെള്ളി കൊണ്ട് നാണയം ഉണ്ടാക്കി. ഇപ്പൊ വെള്ളി എന്നുള്ളതിന് നമ്മുടെ ഉറുദു ഭാഷയിൽ റൂപ്പ് എന്നാണ്. റൂപ്പ് വെള്ളിയുടെ പേരാണ്. വെള്ളി കൊണ്ടുണ്ടാക്കുന്ന നാണയം ആയതുകൊണ്ട് അതിനെ റുപ്പയ എന്ന് വിളിച്ചു, റുപ്പി എന്ന് വിളിച്ചു. അപ്പോൾ ലോകമെങ്ങും സ്വർണത്തിന്റെ വാക്ക് വിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹത്തിന്റെ പേരിലാണ്, വരാഹൻ. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാകട്ടെ പന്നി, പക്ഷെ അവന്റെ ഭാഷയിൽ സ്വർണത്തിന്റെ പേര് വരാഹൻ എന്നാണ്. ഭഗവാന്റെ 4ാമത്തെ അവതാരം വാമനാവതാരം. 16,000 വർഷങ്ങൾക്ക് മനുഷ്യൻ ചെറുതൻ, 4 അടി പൊക്കം ഉണ്ടായിരുന്നു. അപ്പോൾ മഹാബലി വലിയ യാഗം നടത്തുകയാണ്. നമ്മൾ മലയാളികൾ ഒരു പച്ചക്കള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മഹാബലി കേരളം ഭരിച്ചെന്നും ഇവിടെ യാഗം നടത്തിയിരുന്നത് ശുദ്ധ കള്ള. മഹാബലി കേരളം കണ്ടിട്ടേ ഇല്ല. മഹാബലി നർമ്മദയുടെ വടക്കുവശത്തായിരുന്നു മഹാബലിയുടെ യാഗം. അദ്ദേഹം നർമ്മദ തീരം ഭരിച്ചിരുന്ന ആളാണ്. നമ്മുടെ പ്രിയങ്കനായ പ്രധാനമന്ത്രി വല്ലഭായ് പട്ടേലിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്, 600 അടി പൊക്കത്തിലൊരു വലിയ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 3-4 ഫർലോങ്ങുള്ള ഈ മഹാബലി യാഗം നടത്തി പോയി. ഞാൻ അവിടെ പോയി യാഗം നടത്തി പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ യാഗം നടത്തിയപ്പോൾ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി വിഷ്ണു ഭഗവാൻ വാമന അവതാരം എടുത്ത് വന്നു. പ്രിമീവൽ മാൻ്റെ ഹൈറ്റിൽ വരികയാണ്. അപ്പോഴേ മഹാബലി എത്തി വേണമെന്ന് യാഗം മണ്ണ് വേണമെന്ന് പറഞ്ഞു. നീ ചെറിയവനല്ലടാ, നിന്റെ കാല് വെച്ച് അളന്നാങ്ങനെ എൻ്റെ കാല് വെച്ച് അളന്നരാം. മഹാബലിക്ക് 6 അടി പൊക്കമാണ്, ഞാൻ അളന്നരാതാണ്, നിനക്ക് കൂടുതൽ സ്ഥലം കിട്ടില്ലെന്ന്. അപ്പോൾ ശുക്രാചാര്യം വന്ന് പറഞ്ഞു, മഹാബലി സൂക്ഷിക്കണം, ഇവൻ കുഴപ്പമാണ്, ഇവൻ വാമനല്ല എന്ന് പറഞ്ഞു. മഹാബലി കേട്ടില്ല. മഹാബലി അളന്നു കൊടുത്ത് വെട്ടിലായിപ്പോയി. അപ്പോൾ നമ്മളൊരു വലിയ പാഠം പഠിപ്പിക്കുകയാണ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. ശത്രുവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അവൻ പരാജയപ്പെട്ടിരിക്കും. പരീക്ഷ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ ആ കുട്ടി തോറ്റിരിക്കും. ഞാൻ എല്ലാം പഠിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ലാതെ പറഞ്ഞ കുട്ടി പരീക്ഷയ്ക്ക് പോയാൽ അവൻ A+ ഒന്നും കിട്ടത്തില്ല. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ എനിമി. എനിമി എപ്പോഴും ഓവർ സ്ട്രീറ്റിൽ പോകും. മഹാബലിയുടെ വലിയ കുഴപ്പം പറ്റിയത് ഈ വാമനനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി മലയാളി കഥ പറയുന്ന പോലെ അല്ല പുരാണത്തില്.
പുരാണത്തിലെ ഒരു വർഷം സ്റ്റോറി മഹാബലിയെ പരാജയപ്പെടുത്തിയ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി നീ നല്ല രാജാവാണ്, പക്ഷെ നിനക്കൊരു കുഴപ്പമുണ്ട്, അഹങ്കാരം. അതൊന്ന് ശമിപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. നിനക്ക് രാജ്യം തിരിച്ചു തരാണ്, നീ 36 കൊല്ലം ഭരിക്ക്. അങ്ങനെ 3 വ്യാഴവട്ടം ഭരിച്ചു. 36 കൊല്ലം ഭരിച്ചിട്ട് അദ്ദേഹം അനശ്വരനായി മാറുകയാണ്, മരണമില്ലാത്തവനായി മാറുകയാണ്. ഇതൊരു കഥ. എന്നാൽ മറ്റു പുരാണങ്ങളിൽ പറയുന്ന കഥ, പരാജയപ്പെടുന്ന ശേഷം വാമനൻ മഹാബലിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സുതലത്തിൽ പൊക്കോ. അതലം വിതലം സുതലം തുടങ്ങിയ 7 ലോകങ്ങളുണ്ട്. അതിൽ സുതലത്തിൽ സുതലത്ത് പറഞ്ഞുകൊണ്ടല്ലോ സ്വർഗരാജ്യത്തെക്കാളും ബെസ്റ്റാണ്. ഞങ്ങളുടെ വേദോത്ത് സ്വർഗരാജ്യം പറയുന്നതിനേക്കാളും ബെസ്റ്റാണ് സുതലത്തിൻ്റെ വിവരണം കേൾക്കുമ്പോൾ. അവിടെ ഞാൻ നിനക്ക് കാവൽ നിൽക്കുകയാണ്. അങ്ങനെ സുതലത്തിൽ താമസിക്കുന്ന മഹാബലിക്ക് വിഷ്ണു ഭഗവാൻ കാവൽ നിൽക്കുന്നതിന് രണ്ടാമത്തെ കഥ. 2 സ്ഥലത്തിന് കഥ രണ്ടായിട്ടാണ്. അങ്ങനെ അദ്ദേഹം ചിരഞ്ജീവിയായി. അശ്വത്ഥാമ, ബലി, വ്യാസു, ഹനുമന്തു, വിഭീഷണ. രണ്ടാമത്തെ ചിരഞ്ജീവി ആരാണ്? മഹാബലി. വാമനൻ മഹാബലിയെ തോപ്പിച്ച ശേഷം മഹാബലിയെ ചിരഞ്ജീവിയാക്കി വാമനൻ, അല്ലാതെ നശിപ്പിച്ചില്ല. ഈ കഥ കേൾക്കുമ്പം തെറ്റായി ധരിച്ചു കളയരുത്. കഥയൊരു പൊട്ടക്കഥയാണ്. മനുഷ്യന്റെ പരന്ന കാല് കൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റും. ഭൂമി ഒരു ഉരുണ്ട സാധനം. ഉരുണ്ട സാധനത്തെ ഈ പരന്ന കാലം കൊണ്ട് അളക്കാൻ പറ്റുമോ? പറ്റിയല്ല. ആകാശത്തെ ഈ പരന്ന കാലം കൊണ്ട് അളക്കാൻ പറ്റുമോ? ആകാശം ഭൂമിക്ക് ചുറ്റും 300 ഡിഗ്രി ഇരിക്കുകയാണ്. ശൂന്യാകാശം, അവിടെ കാലൊന്നും ചവിട്ടാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ ആകാശവും ഭൂമിയും പരന്ന കാലം കൊണ്ട് അളന്ന് പറഞ്ഞാൽ ശുദ്ധ ഫൂളിഷ്നെസ് ആണ്. അപ്പോൾ കഥയുടെ സാരം മനസ്സിലാക്കണം. എന്താണ് ഈ കഥയെന്ന്? കഥ ഇതാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അയാൾ പരാജയപ്പെടുത്തിയ ശേഷം അയാളുടെ ക്വാളിറ്റീസ് അംഗീകരിച്ചു. അദ്ദേഹത്തെ സുതലത്തിൽ വിട്ടു, സ്വർഗലോകമുള്ള സുതലത്തിൽ വിട്ടു. അവിടെ വിഷ്ണു ഭഗവാൻ മഹാബലി കാവൽ നിൽക്കുന്നു. ആ മഹാബലി ചിരഞ്ജീവിയായി, മരണമില്ലാത്തവനായി മാറി. അവിടെയാണ് കഥ. പിന്നെ മലയാളിക്ക് വല്ലവനും ചവിട്ടുക തൊഴിക്കുക വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ പുരാണത്തിൽ ഇല്ലാത്ത ഒരു ലാസ്റ്റ് സെന്റൻസ് മഹാബലിയുടെ കഥയിൽ മലയാളി ചേർത്തു. 3-ാം കാലം വെക്കാൻ സ്ഥലമില്ലാതെ എൻ്റെ തലയിലൂടെ വെച്ചോടാന്ന് കാണിച്ചു കൊടുത്തപ്പോൾ വാമനൻ ചവിട്ടി പാതാളത്തിലാക്കുന്നൊരു കഥ പുരാണത്തിൽ ഒരിടത്തും ഈ ചവിട്ടുമില്ല. മലയാളിക്ക് ചവിട്ടുക തൊഴിക്കുക ഭൂമി കെട്ടി താക്കാൻ വലിയ രസമാണ്. അതുകൊണ്ടാണ് ഈ മലയാളി ഈ കഥ ഇങ്ങനെ മാറ്റി കഥ ലാസ്റ്റ് സെന്റൻസ്, ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ മഹാബലി വാമനന് പെർമനന്റ് ശത്രുക്കളായോ? ഇല്ല. മഹാബലിയുടെ മകൻ ബാണന്റെ മകൾ ഉഷ. 2 അവതാരം കഴിഞ്ഞപ്പോൾ വാമനൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണന്റെ മകൻ അനിരുദ്ധൻ ഉഷയെ പ്രേമിച്ചു, കല്യാണം കഴിച്ചു. 2 തലമുറ കഴിഞ്ഞപ്പോ മഹാബലിയും വാമനനും ബന്ധുക്കളായി, കസിൻസായി. ഇത് പുരാണം മുഴുവൻ വായിച്ചോണം. അല്ലാതെ പാവപ്പെട്ട ഈ മഹാബലി ഇവൻ തോപ്പിച്ച് കളഞ്ഞില്ലേ, ചവിട്ടിയില്ലേ എന്നൊന്നും വിശ്വസിച്ച് കളയരുത്. 2 തലമുറ കഴിയുമ്പോൾ അവരുണ്ട് ബന്ധുക്കളായി. കൊടുങ്ങല്ലൂരൊരു ഭാഗവത സപ്താഹത്തിന് ഞാൻ പ്രസംഗിക്കുകയാണ്. എൻ്റെ പ്രസംഗം തൊട്ട് മുമ്പ് യജ്ഞാചാര്യൻ പ്രസംഗം നിർത്തിയപ്പം എന്നെ ക്ഷണിക്കും തൊട്ട് മുമ്പിലിടുന്ന ഒരു ആൺകുട്ടി എഴുന്നേറ്റ്, അല്ല യജ്ഞാചാര്യ, എനിക്ക് ഇപ്പോഴൊരു കാര്യം മനസ്സിലായി. എനിക്കൊരു പെണ്ണിനെ പ്രേമമുണ്ടായിരുന്നു. അവളുടെ ആങ്ങളെ അടിച്ചിട്ട് അവളെ ഞാൻ കൊണ്ടുവരാം അല്ലേ യജ്ഞാചാര്യ? കോളേജ് പഠിക്കുന്നവന് രുക്മിണി സ്വയംഭരം കേട്ടപ്പോൾ അവന് മനസ്സിലായത് പെണ്ണിൻ്റെ ആങ്ങളെ അടിച്ചിട്ട് കൊണ്ടുവരാ പെണ്ണിനെ എന്നാണ് മനസ്സിലായത്. അപ്പോൾ കോളേജ് പഠിക്കുന്ന പിള്ളേർക്ക് തല തിരിഞ്ഞു പോകും എന്ന് പറഞ്ഞ പോലെ ആ കഥയുടെ അർത്ഥം എന്താണ്? രുക്മിയെ പരാജയപ്പെടുത്തി രുക്മിണിയെ സ്വയംവരത്തിന് ശേഷം ആ രുക്മിയെ രാജാവാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്ത് രുക്മിയെ രാജാവാക്കി. എന്നിട്ട് രുക്മിണിക്ക് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയിൽ ജനിച്ച മകനെ കൊണ്ട് ആ രുക്മിയുടെ മോളെ കല്യാണം കഴിച്ച്, നമ്മുടെ നായന്മാര് കസ്കസിന് അമ്മാവന്റെ മോളെ കിട്ടുകയില്ലേ, ആ പരുവത്തിന് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയിലുണ്ടായ മകനെ കൊണ്ട് രുക്മിയുടെ മകളെ കല്യാണം കഴിപ്പിച്ചേ. അപ്പൊ ഈ പയ്യൻ മനസ്സിലാക്കി എന്താണ്? പ്രേമിച്ച പെണ്ണിന്റെ ആങ്ങളെ അടിച്ച് താഴെയിട്ട് അവളെ ഇഞ്ഞ് കൊണ്ടുവന്നു. അങ്ങനെയല്ല. സ്വയംവരം തടഞ്ഞവനെ പരാജയപ്പെടുത്തി. അതിനുശേഷം രുക്മിയെ രാജാവാക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത് ശ്രീകൃഷ്ണൻ അവനെ രാജാവാക്കി. എന്നിട്ട് ആ രുക്മിയുടെ മോളെ കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയിലുണ്ടായ മകനെ കല്യാണം കഴിപ്പിച്ചേ. അപ്പൊ ഈ പുരാണം കേൾക്കുമ്പോൾ ഒരു ഭാഗം കേട്ടിട്ട് അർത്ഥം മനസ്സിലാക്കിക്കളയരുത്, ഡീപ്പായിട്ടത് മനസ്സിലാക്കി കാണാം. അപ്പൊ ഇവിടെ വാമനാവതാരം എതിരാളിയെ ശ്രേഷ്ഠനാക്കുന്നതാണ്. മഹാബലി പരാജയപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ ചിരഞ്ജീവിയെ മാറ്റുകയാണ്. അദ്ദേഹം സുതലത്തിൽ കാവലിരിക്കുകയാണ്. ഇത് വളരെ വലിയ സംഭവം. ഈ കഥയിൽ നിന്നാണ് മലയാളത്തിൽ ഒരു പഴമൊഴി ഉണ്ടായത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. ഈ വാമനന്റെ കൂട്ട് കുറിയോൻ വന്നാൽ വിശ്വസിക്കരുതെന്ന്. തമിഴന്മാരെ തന്നെ കുറച്ചുകൂടെ നല്ല പഴമൊഴിയാക്കി.
കള്ളനെ നമ്പിയാലും കുള്ളനെ നമ്പരുത്. കള്ളം വല്ലപ്പോഴും പറ്റിയും കുള്ളനെ എപ്പോഴും പറ്റിച്ചളയെന്നാണ്. അപ്പോൾ ഈ പഴമൊഴി വന്നത് ഈ വാമനാവതാരത്തിനകത്താണ്. അപ്പോൾ ഇത് മനുഷ്യന് 4 അടി പൊക്കം ഉണ്ടായിരുന്ന 16,000 വർഷത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ അവതാരം. വാമനാവതാരം കഴിഞ്ഞ് അടുത്ത അവതാരം പരശുരാമനാണ്. പരശുരാമൻ ഇങ്ങനെ മഴയൊക്കെ കൊണ്ടിങ്ങനെ നടക്കുകയാണ്. ശക്തനാണ്, ആരെയും തോപ്പിക്കും. ക്ഷത്രിയന്മാരുടെ ബാഡ് ക്ഷത്രിയാസിനെ ഒരു 18 എണ്ണത്തിനെ അദ്ദേഹം ഫൈനലൈസ് ചെയ്തു. ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഈ പരശുരാമ അവതാരത്തിൽ നമ്മൾ പലപ്പോഴും തെറ്റിക്കും. ഇയാളൊരു റൂട്ട് മാനാണ് ഇവിടെ, ഇയാളൊരു കോണ്ടാക്ട് ഇല്ലാത്ത മനുഷ്യനാണല്ലോ പരശുരാമൻ വിചാരിക്കുക. അപ്പോൾ എൻ്റെ മറുവശം മനസ്സിലാക്കണം. ഇനി പുരാണത്തിലൊന്നും ഇല്ലാത്തൊരു കള്ളക്കഥ നമ്മൾ മലയാളികൾ പറയും. എന്താണെന്നറിയാമോ? പരശുരാമൻ ഗോവർണത്തിൽ നിന്ന് മഴ എടുത്ത് ഏറ് കൊടുത്തപ്പോൾ കന്യാകുമാരി വീഴും കേരളം ഇനി ഉണ്ടായി വന്നു എന്നൊരു കഥ. ഒരു പുരാണത്തിൽ കഥയില്ല കേട്ടോ. മലയാളി ഈ മഹാബലി ചവിട്ടിത്താത്തെന്ന് പറഞ്ഞ ഒരു കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കഥ റിവേഴ്സിൽ നടന്നു എന്നങ്ങ് വിശ്വസിക്കുമ്പോൾ അതിനകത്ത് തത്വം പഠിക്കാൻ പറ്റും. ഈ മഴ എന്നുള്ള ആയുധമാണ്. മരം വെട്ടാം, മനുഷ്യനെ കൊല്ലാം, എന്തിനെ ആക്രമിക്കാൻ പറ്റുന്ന സാധനമാണ് ഈ മഴ. നാശത്തിന് വേണ്ടി ഉപയോഗിച്ച ഈ മഴയോ പരശുരാമൻ കേരളം പോലൊരു സുന്ദരഭൂമി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതിൻ്റെ മറുവശം ഈ മലയാളി പറയുന്ന കള്ളക്കഥയുടെ റിയൽ സ്റ്റോറി മനസ്സിലാക്കണം. അപ്പോൾ എന്താ റിയലി സംഭവിച്ചത്? AD 650-700 കാലം ആയപ്പോൾ കേരളത്തിലൊരു ഫിനോമിനൽ സംഭവിച്ചു. കടൽ പുറകോട്ട് മാറി. അപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്ന് നമ്പൂതിരിമാർ ഇത് കണ്ടുകൊണ്ടാണ് കേരളത്തിലോട്ട് വരുന്നത്. അപ്പോൾ പൊന്നാനി കടൽ തീരം കടലിലേക്ക് മാറി, കടൽ പിന്മാറി അവിടെ കര വന്നു. എറണാകുളത്ത് തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് തുറ തുറമുഖം അവിടെയായിരുന്നു. കടലൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറി. ഇപ്പോൾ ഹൈക്കോടതിയുടെ അപ്പുറത്ത് പോയി നിൽക്കുന്ന കടൽ. വൈക്കം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പുതിയ ഭൂമി. വൈക്കം കടലിനടിയിലായിരുന്നു. കടൽ പുറകോട്ട് മാറിയപ്പം ഈ പുതിയ ഭൂമി പൊങ്ങുന്നത് അവിടെയാണ് വൈക്കം ക്ഷേത്രം വെച്ചത്. കടുത്തുരുത്തി കടലിൻ്റെ തുറമുഖമാണ് തുരുത്ത്. കടലൊരു 25 കിലോമീറ്റർ അങ്ങ് മാറിയപ്പോൾ കടുത്തുരുത്തി കരയായി. ഏറ്റുമാനൂർ വെള്ളത്തിനടിയിലായിരുന്നു. ഏറ്റുമാനൂർ വാക്കിൻ്റെ അർത്ഥം എന്താണ്? മണ്ണ് ഏറി വന്ന് നിരപ്പായ സ്ഥലം ഏറ്റുമാനൂർ. കടൽ പുറകോട്ട് മാറിയപ്പം നമ്മൾ ഏറ്റുമാനൂർ മഹത്തായ ക്ഷേത്രമാണ്. കോട്ടയത്തിന് 1 കിലോമീറ്റർ വരുമ്പോഴാണ് കോടിമത പാലം. എന്തുകൊണ്ട് ഈ കോടിമത? കടൽ അവിടെയായിരുന്നു. തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലം, അതുകൊണ്ടാണ് കോടിമത എന്ന് വിളിച്ചത്. കടൽ ഒരു 35 കിലോമീറ്റർ പുറകോട്ട് മാറി. കുമരകം മണ്ണ് കുമരകം പൊങ്ങുന്ന സ്ഥലമാണ്. കടലിനടിയിലായിരുന്നു. ഇപ്പോഴും കുമരകത്തെ മണ്ണെടുത്ത ഉപ്പുരസ പൊങ്ങി വന്നു. കൊല്ലം ജില്ലയുടെ തെക്ക് ഭാഗത്ത് എന്ത് പറ്റി? ഒരു 40 കിലോമീറ്റർ നീളത്തിൽ കടലങ്ങ് പുറകോട്ട് മാറി. അതിനെ ജനങ്ങൾ വിളിച്ചു നീണ്ട കര. പുതുതായിട്ടൊരു നീണ്ട ഒരു കര പൊങ്ങി വന്നിരിക്കും, നീണ്ട കര. പെരുന്നയിലെ NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ നാരായണൻ നായർ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാനന്ന് കോട്ടയം SP ഒരു കിണർ കുഴിച്ചു. 30 അടി കിണർ കുഴിച്ചു എന്നപ്പോൾ ഒരു കപ്പലിരിക്കുന്ന മണ്ണിനടിയിൽ. നാരായണൻ നായർ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ പെട്ടെന്ന് കാർ എടുത്തുകൊണ്ട് പോലീസൊക്കെ ആയിട്ട് ചെന്നു. അപ്പോൾ എന്ത് പറ്റി? പെരുന്നയിലായിരുന്നു കടൽ നിന്നുകൊണ്ടിരുന്നത്. ആ കടൽ അങ്ങോട്ട് പുറകോട്ട് മാറി. ആ കൺഫ്യൂഷനിൽ ഈ കപ്പലങ്ങ് മണ്ണിനടിയിലായിപ്പോയി. 30 അടി മണ്ണാണ്. അങ്ങനെ 30 അടി NSS ഹെഡ്ക്വാർട്ടേഴ്സിൽ കിണർ കുഴിച്ചെടുത്തപ്പോൾ അതിനടിയിലൊരു കപ്പലിരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ഈ ഫിനോമിനൻ നമ്പൂരിമാർ ഒരു കഥയാക്കി മാറ്റി. അതാണ് ഈ പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടായിരുന്നൊരു കഥ. റിയലി പുരാണത്തിലില്ലാത്തൊരു കഥയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഒരേ ആയുധം നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്തക്കാലത്തിന് ഉപയോഗിക്കാം. നമ്മുടെ ഒരു പിച്ചാത്തിയുണ്ട്. വെജിറ്റബിൾ എടുത്ത് അരിഞ്ഞ് കറി വെച്ചാൽ നല്ല കറിയായിട്ട് മാറി. നല്ലൊരു അവിയലുണ്ടായി. അതേ പിച്ചാത്തി എടുത്തിട്ട് വയറ്റിലോട്ട് കയറ്റി കൊടുത്താലോ ആൾ ചത്തു. നമ്മുടെ ഒരു പേന നമ്മളത് സുന്ദരമായിട്ട് എഴുതി പുസ്തകം എഴുതാം, ലേഖനം എഴുതാം, കവിത എഴുതാം. അതേ പേന ഉപയോഗിച്ച് ഒരുത്തന്നെ അവൻ്റെ അമ്മയപ്പൻ്റെ എല്ലാം കഥ പറഞ്ഞങ്ങോട്ട് എഴുതി വെച്ചാണ്ടല്ലോ അവൻ ആത്മഹത്യയിലേക്ക് പോയി പോകും, പേന തെറ്റായിട്ട് ഉപയോഗിച്ചാൽ. അപ്പോൾ പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ കയ്യിൽ ദൈവീശ്വരൻ തന്ന ആയുധങ്ങൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്തക്കാലത്തിന് ഉപയോഗിക്കാം. അത് പരശുരാമൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയാണ്. ഇനി ഈ പരശുരാമൻ അദ്ദേഹം വലിയൊരു കോളേജ് ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിച്ച ആളുകളാക്കെയാണ് ഭീഷ്മ പിതാമഹൻ പരശുരാമൻ്റെ ശിഷ്യനായിരുന്നു, ദ്രോണർ പരശുരാമൻ്റെ ശിഷ്യനാണ്, പാഞ്ചാലൻ പരശുരാമൻ്റെ ശിഷ്യനാണ്. പരശുരാമൻ്റെ ഗുരുകുലത്തിൽ പഠിച്ച ആളുകളുടെ 10-24 ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കി. ഇത്ര മഹാന്മാരെ സൃഷ്ടിച്ച ഓൾഡ് സ്റ്റുഡൻസ് ഉണ്ട് ഒരു കോളേജ് എന്നറിയാം പരശുരാമൻ്റെ. അപ്പോൾ ഇവിടെ പരശുരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് മാത്രമുള്ളതല്ല. പരശുരാമൻ ആ കഴിവ് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു.
ഗുരുകുലത്തിലുണ്ടാക്കി, കോളേജ് ഉണ്ടാക്കി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി. അതാണ് പരശുരാമ അവതാരം. കൃത്യമായിട്ട് അവൻ മനസ്സിലാക്കണം. അടുത്ത അവതാരം ശ്രീരാമൻ. ജനങ്ങളൊരു സ്ഥലത്ത് ഈ ജിപ്സികളെ പോലെ അലിഞ്ഞു നടന്ന ജനം അവരൊരു സ്ഥലത്ത് താമസിച്ചു. അവർ രാജാവിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ രാജാധികാരം ഉണ്ടായി. ആ ശ്രീരാമൻ രാമരാജ്യം ഉണ്ടാക്കി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ എങ്ങനെയാവണം? മഹാത്മാവ് പറഞ്ഞു, രാമരാജ്യം ആക്കണം. എന്താണ് ഈ രാമരാജ്യം? അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 18 പുരാണങ്ങളിൽ 10 പുരാണത്തിൽ രാമായണ കഥയുണ്ട്. 10 പുരാണത്തിൽ, 18 പുരാണത്തിൽ 10 പുരാണത്തിലും രാമായണ കഥയുണ്ട്. രാമായണം വേറെ സ്പെഷ്യലായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടെ എന്താണ് ഈ രാമരാജ്യം? ശ്രീരാമൻ വന്ന് രാവണനെ തോപ്പി തിരിച്ചു വന്നിട്ട് ഭരണത്തിൽ കയറി. 32 വയസ്സൊന്നും. ആദ്യമായി മന്ത്രിസഭ ഉണ്ടാക്കുന്നത് ശ്രീരാമനാണ്. അതിനുമുമ്പ് ദശരഥൻ 4 അഡ്വൈസേഴ്സിനെ വെച്ചിരുന്നു. ഈ മന്ത്രിമാരെ രാമായണത്തിൽ വിളിക്കുന്ന പേര് അമാത്യൻ എന്നാണ്. 8 സിവിലിയൻ അമാത്യൻസ് ഉണ്ടായിരുന്നു. അനുജൻ ഭരതനെ പ്രധാനമന്ത്രിയാക്കി, ലക്ഷ്മണനെ പ്രതിരോധ മന്ത്രിയാക്കി, ശത്രുഘ്നനെ പിടിച്ച് ധനകാര്യമന്ത്രിയാക്കി. അതിന് 8 എണ്ണം. പിന്നെ 2 പുരോഹിത മന്ത്രിമാർ, വസിഷ്ഠനൊരാൾ, പിന്നെ വേറൊരാൾ. 2 പുരോഹിത മന്ത്രിമാർ. 10 മന്ത്രിമാരാണ്. ആദ്യത്തെ മന്ത്രിസഭ കൂടി. ശ്രീരാമൻ പറയാണ്, ഞാൻ നിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി എന്തിനാണെന്നറിയാമോ? ഞാൻ ചെറുപ്പമാണ്, എനിക്ക് 32 വയസ്സേ ഉള്ളൂ. അതിൽ 14 വർഷം ഞാൻ കാട്ടിലായിരുന്നു. ഈ രാജ്യഭരണം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ തെറ്റായ ഒരു കാര്യം പറഞ്ഞ രാജാവെ, അങ്ങ് തെറ്റ് ചെയ്യുന്നു എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയണം. ഞാനൊരു തെറ്റ് ചെയ്യാൻ പോയാൽ എൻ്റെ തെറ്റ് കാരണം ഞാൻ മാത്രമല്ല സഹിക്കാൻ പോകുന്നത്, നാട്ടിലുള്ള ജനങ്ങളെല്ലാം സഹിക്കും. അതുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്യാൻ പോയാൽ രാജാവെ, അങ്ങ് ചെയ്യുന്നത് തെറ്റാണെന്ന് എന്നോട് പറഞ്ഞു തരണം. അതിനാണ് നിങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അടുത്തോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തോ ഇയാൾ ഒരു മന്ത്രി പറഞ്ഞാണല്ലോ, അവൻ്റെ ആഫീസ് പിറ്റേ ദിവസം അവൻ്റെ മന്ത്രിസഭ കാണത്തില്ല. ശ്രീരാമൻ പറയുന്നത്, എന്നെ തെറ്റ് തിരുത്തണം നിങ്ങൾ ഓരോരുത്തർ. അവിടെയാണ് ഭരണാധികാരി വിമർശനങ്ങൾക്ക് വിധേയമാവണം. ശ്രീരാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ശ്രീരാമൻ മന്ത്രിയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? കരം കൂട്ടണം. ശ്രീരാമനോ, ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ. അദ്ദേഹം റോഡിലിറങ്ങി ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കര കുറവല്ലേ? ജനം പറഞ്ഞു, പൊന്നു രാജാവേ, അങ്ങയുടെ അച്ഛൻ ദേവാസുര യുദ്ധത്തിന് പോയി കടം കയറി മുടിഞ്ഞ് ഞങ്ങളിപ്പം കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. കരം അടച്ചിട്ട് ബാക്കി പൈസ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്നില്ല. 11 കൊല്ലമായിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നില്ല. ഞങ്ങളുടെ മണ്ണെല്ലാം ഉണ്ടല്ലോ വെറും പാറയായിട്ട് കിടക്കുകയാണ്. ശ്രീരാമൻ രണ്ടും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, കരം കൂട്ടണമെന്ന് മന്ത്രി, കരം കുറക്കണം ജനങ്ങൾ. ശ്രീരാമൻ രണ്ടിനെ മധ്യത്തിലൂടെ ഒരു നിയമം ഉണ്ടാക്കി. 20% ടാക്സ്. നിങ്ങൾ 100 പറ നെല്ല് നിങ്ങളുടെ ഒരിടത്തിൽ വിളഞ്ഞാൽ 20 പറ നെല്ല് രാഷ്ട്രം കൊടുക്കണം. 80 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ അതേ ഭൂമിയിൽ നിന്ന് 200 പറ നെല്ലുണ്ടാക്കിയാൽ 40 പറ നെല്ല് രാഷ്ട്രത്തിൽ തരണം. 160 നിങ്ങൾക്ക് എടുക്കാം. 20% ടാക്സ്. ഈ നിയമം വന്നതോടുകൂടി ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി. ഇതാണ് സംഭവിച്ചത്. ഇത് നമ്മളെ പറഞ്ഞിടക്കാൻ വേണ്ടി പറഞ്ഞ കഥ ഇപ്പോൾ ഒരു ബലാത്സംഗ കഥയായിട്ടാണ് അറിയപ്പെടുന്നത്. ഗൗതമന്റെ ഭാര്യ അഹല്യ ദേവേന്ദ്രനെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. അവളെ ശപിച്ച് പാറയാക്കി. ശ്രീരാമനെ വന്ന് ചവിട്ടിയപ്പോൾ അതിനകത്ത് നിന്ന് അഹല്യ ഇറക്കി വന്ന കഥ. സംസ്കൃതി കഥ വ്യംഗ്യാർത്ഥ പ്രയോഗത്തിൽ കഥ പറയും. ആ വ്യംഗ്യാർത്ഥ പ്രയോഗം മനസ്സിലായാലും ഇതുപോലെ പൊട്ടത്തരം പറ്റും. എന്താണ് ഈ അഹല്യ? അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി, ഉഴുതുമറിക്കാത്ത ഭൂമി. കർഷകൻ കൃഷി ചെയ്യാത്തതിനാൽ ഭൂമി ഉഴുതുമറിക്കാതെ പാറയായി കിടന്നു. ഗൗതമൻ, ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, അതാണ് ഉടമസ്ഥൻ. അതേ ഗൗവിൽ നിന്നാണ് പശുവിന് ഗോ എന്ന് വാക്ക് വരുന്നത്. അപ്പോൾ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ ഗൗതമൻ ഉഴുതുമറിക്കാത്തതിനാൽ ഭൂമി അഹല്യായിട്ട് കിടന്നു. അപ്പോൾ ദേവേന്ദ്രൻ ഇടിയുടെ മഴയുടെ ഒക്കെ ദേവനാണ്. അവൻ ഇടി പെയ്ച്ചു നോക്കി, മഴ പെയ്ച്ചു നോക്കി, ഒരു കുന്തവും നടന്നില്ല. അപ്പോൾ ശ്രീരാമചന്ദ്രന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ അയോധ്യയിൽ കൃഷി അങ്ങോട്ട് വികസിപ്പിച്ച് സമ്പൽ സമൃദ്ധ അയോധ്യ ഉണ്ടാക്കി. ഇതാണ് സംഭവം. അപ്പോൾ ഈ ചവിട്ടുപോലും രാമായണത്തിലുണ്ടോ? ഇല്ല. രാമായണത്തിൽ അഹല്യെ കണ്ടാൽ ക്ലിയറാവാതെ ഒരു മേഘരൂപത്തിൽ പോകെ ആയിപ്പോയി. ശ്രീരാമൻ നടന്നു വന്നേറിയ മേഘത്തിൽ തൊട്ടപ്പോൾ അഹല്യ കാണപ്പെടാവുന്നതായി. ഇതാണ് വാത്മീക രാമായണത്തിൽ പറയുന്ന കഥ. രണ്ടാമത്തെ കഥയിലോ, പുരാണത്തിൽ പറയുന്ന രണ്ടാമത്തെ കഥയിലോ, അഹല്യ കണ്ടാൽ അത്ര നല്ല രൂപമല്ലാത്ത രൂപമായി. പക്ഷെ നടന്നു വന്ന് ശ്രീരാമന്റെ കാല് തൊട്ടപ്പം അഹല്യ സുന്ദരിയായി മാറി. ഈ 2 പുരാണ കഥയാണ് മലയാളി പാറയെ കിടന്ന് ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് പരിപാടി മാറ്റിക്കളഞ്ഞത്, രൂപം മാറ്റിക്കളഞ്ഞു. അപ്പോൾ 400 കൊല്ലത്തിന് അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വരച്ചു. രാമായണം 1000 ചിത്രങ്ങളൊക്കെ വരച്ചു. അതിനകത്ത് ശ്രീരാമൻ പാറയെ ചവിട്ടുന്നില്ല. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ
ഒരു സ്ത്രീ പാറയെ കിടക്കുമ്പോൾ അതിനെ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തെ കാലം കൊണ്ട് പൊക്കി ഇടത്തെ കൈ കൊണ്ട് കാലിനെടുത്തിട്ട് 2-3 മണത്തെറിയ പാറയിലോട്ട് വീഴുന്നു. അവിടെ നിന്ന് ആ കല്ലിഞ്ഞ് പൊങ്ങി വരുന്നതായിട്ടാണ്. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ എത്രമാത്രം ബഹുമാനിക്കപ്പെട്ടു എന്നുള്ളൊരു ലക്ഷണം കൂടിയാണ് ശ്രീരാമൻ പാറയിൽ ചവിട്ടുനാട്ട് വരച്ചിട്ടില്ല. ഈ ചിത്രരാമായണം കേരള യൂണിവേഴ്സിറ്റി പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്ത് 1000 രൂപയ്ക്ക് ഞാൻ അതിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചിട്ട് കൈ വെച്ചിട്ടുണ്ട്. ഈ 1000 ചിത്രങ്ങളായിട്ട് രാമായണ കഥയാണ്. അപ്പം നമ്മുടെ സിനിമാ പാട്ടിലോ സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമന കൊണ്ടൊന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലക്കല്ല മോഹിനിയെ ചവിട്ടിയാ ഇല്ല, തൊട്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഉണ്ടാക്കി തരിശുഭൂമിയായി കിടന്ന അയോധ്യയെ സസ്യശ്യാമളമാക്കിയ ഒരു ശ്രീരാമന്റെ രാമരാജ്യ സൃഷ്ടി അത് തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ ബലാത്സംഗ കഥയായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ സിനിമ പാട്ടെഴുതി സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവന കൊണ്ടെന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലക്കല്ല് മോഹിനിയായി എന്നാണ്. ഈ രാമരാജ്യം എന്താണ്? ഭാഗവതവും രാമായണവും കൂട്ടിവെച്ച് വായിക്കണം, അപ്പോഴേ മനസ്സിലാകത്തുള്ളൂ. അയോധ്യയിലെ തെരുവീഥികളുടെ 2 സൈഡിലും എല്ലാവർക്കും ശ്രീരാമൻ ഉത്തരവ് കൊടുത്തു, റോഡിന്റെ സൈഡിൽ പൂക്കളുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ റോഡിൽ പോകുന്ന ആളുകൾക്ക് സൗന്ദര്യമുള്ള ഈ പൂക്കൾ കാണാൻ പറ്റും. പിന്നെ ആ പൂക്കൾ ഉണ്ടാക്കുന്ന സുഗന്ധം അത് റോഡിൽ പോകുന്നവർക്കെല്ലാം നല്ല മണം കിട്ടും. നിങ്ങൾ പാളയം മാർക്കറ്റിൽ കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ടോ? മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റിയില്ല. കേരളത്തിലെ പല റോഡിൽ കൂടെ നടക്കാൻ പറ്റുമോ മൂക്ക് ഇങ്ങനെ പിടിക്കാതെ? ശ്രീരാമൻ പറഞ്ഞു, അയോധ്യയിലെ റോഡിൽ 2 സൈഡിൽ റോഡ് സൈഡിൽ നിങ്ങൾക്ക് വീട് വെക്കണോ? നിങ്ങൾ റോഡ് സൈഡിൽ പൂക്കളുള്ള മരം വെച്ച് പിടിച്ചേക്കണം. ആ പൂക്കൾ കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് നടക്കണം. അതിൻ്റെ സുഗന്ധം ശ്വസിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നടക്കണം. ശ്രീരാമൻ കൽപ്പനയിട്ടു, ആരുടെയെങ്കിലും വീടിൻ്റെ ഫ്രണ്ടിൽ വേസ്റ്റ് കിടന്നാൽ ആ മനുഷ്യനടുത്ത് 90 ദിവസത്തേക്ക് അവൻ്റെ വീട് തൊട്ട് വലത്തോട്ട് 90 അടിയും ഇടത്തോട്ട് 90 അടിയും വേസ്റ്റ് മാറ്റുന്ന ജോലിയിൽ അവനെ നിയമിക്കുന്നതാണ്. അന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് 4:30 വീട്ടോടെ മുറ്റത്തിറങ്ങും. റോഡിലെങ്ങാണോ ആരെങ്കിലും അയൽവക്കത്തോളം നമ്മളെ ഇത് വാരിക്കാൻ വേണ്ടി നമ്മുടെ വീട് മുറ്റത്തും അയൽവക്കത്തോളം കൊണ്ട് വേസ്റ്റ് ഇട്ടാൽ നമ്മൾ പെട്ടുപോകത്തില്ലേ? അപ്പോൾ രാവിലെ എല്ലാവരും ഇറങ്ങി വേസ്റ്റ് എല്ലാം മാറ്റി റോഡ് ക്ലിയർ ആക്കിയേക്കും. ഇല്ലെങ്കിൽ 90 ദിവസത്തേക്ക് വല്ലവൻ്റെ വേസ്റ്റ് കോരി തന്നെ. സരയൂ നദിയിൽ നോക്കിയാൽ സരയൂ നദിയുടെ അടിയിലെ കല്ലുകൾ കാണാമായിരുന്നു. കാരണം സരയൂ നദി ശുദ്ധമായി സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് കരയ്ക്ക് നിന്ന് നോക്കിയാൽ അടിയിലെ കല്ലെണ്ണാമായിരുന്നു. കല്ലടയായിട്ട് ഇറങ്ങിയിട്ടേ നിങ്ങൾ കല്ലെണ്ണാൻ പറ്റുമോ? നമുക്ക് പുല്ലൂർ നിങ്ങൾ നദിയിൽ തന്നെ പറ്റുമോ? പറ്റിയില്ല. അപ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ കൃത്യമായിട്ട് ശ്രീരാമൻ ചെയ്തിരുന്നു. ശ്രീരാമൻ ചെയ്ത് 24 ആയിട്ടാണ് ഞാൻ 2-3 ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയാണ് രാമരാജ്യം ഉണ്ടായത്. ഒരു ഭരണകർത്താവ് എങ്ങനെ രാജ്യം ഭരിക്കേണ്ടത് കൃത്യമായി പഠിപ്പിക്കുകയാണ് ശ്രീരാമന്റെ രാമാവതാരം. ഇനി അടുത്ത അവതാരം ആരാണ്? ബലരാമൻ. ബലരാമൻ കലപ്പയേന്തിയ മനുഷ്യനാണ്. 8000 BC ആയപ്പോഴേക്കും ജനങ്ങൾക്ക് കൃഷി പഠിച്ചു. എപ്പോഴാണ് വസന്തം വരുന്നത്, എപ്പോഴാണ് മഴക്കാലം വരുന്നത് മനുഷ്യൻ പഠിച്ചു. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി. അരി, ഗോതമ്പ്, ചോളം, ജവാർ കൃഷി, റിപ്പറ്റേറ്റീവ് ഫാമിനകത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കൃഷിയാണ് എന്ത് ചെയ്യണം? മണ്ണ് ഇളക്കി മറിക്കണമെങ്കിൽ ഓക്സിജൻ അടിയിലോട്ട് ചെല്ലത്തുള്ളൂ. അതിനവൻ കലപ്പ കണ്ടുപിടിച്ചു. കലപ്പ. ആ കലപ്പയേന്തിയ കർഷകനാണ് ബലരാമൻ. പണ്ട് കോൺഗ്രസിന്റെ ചിഹ്നമായിരുന്നു. 1971 മുമ്പ് കോൺഗ്രസിന്റെ ചിഹ്നം കലപ്പയേന്തിയ കർഷകൻ. ബലരാമനായിരുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. അപ്പോൾ ഈ കലപ്പയേന്തിയ കർഷകൻ ആയ ബലരാമൻ അദ്ദേഹം ഈ കൃഷി എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹത്തിന് ദ്വാരകയിൽ എത്തേണ്ടി വന്നു. ജരാസന്ധൻ 18 തവണ തോൽപ്പിച്ചു ബലരാമനെയും ശ്രീകൃഷ്ണനെയും. ശ്രീകൃഷ്ണൻ ബാക്കിയുള്ള യുദ്ധമൊക്കെ ജയിക്കും, ഇയാളുടെ രക്ഷയില്ല. ശ്രീകൃഷ്ണന്റെ അമ്മാവൻ കംസന്റെ അമ്മായിയപ്പനാണ് ഈ ജരാസന്ധൻ. നളദമയന്തിമാരിൽ നളൻ ഈ ജരാസന്ധന്റെ സേനാനായകനാണ്. നിങ്ങൾ ഏകലവ്യന്റെ കഥ കേട്ടിട്ടേ? ഏകലവ്യൻ ജരാസന്ധന്റെ സേനാനായകന്റെ മോനാണ് ഏകലവ്യൻ. അപ്പോൾ ഇവർ ദ്വാരകയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് പോയെന്നറിയാമോ? ദ്വാരകയുടെ പഴയ പേര് കുശസ്ഥലി എന്നാണ്. കുശസ്ഥലിയിലെ രേവന്ത രാജാവിന് 3 ആൺമക്കളും ഒരു മകളും. ഈ മകളെ ആരെ കൊണ്ട് കെട്ടിക്കണം? രേവന്തൻ പോയി ബ്രഹ്മാവനോട് ചോദിച്ചു. നമ്മളൊക്കെ മാരേജ് ബ്രോക്കർ അടുത്ത് പോവും, ഇയാൾ നേരെ ബ്രഹ്മാവൻ്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, വിഷ്ണു ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണനായിട്ട്. അദ്ദേഹത്തിൻ്റെ ചേട്ടനൊരു ബലരാമൻ, അവനെ കൊണ്ട് കെട്ടിക്കാൻ പറഞ്ഞു.
അങ്ങനെ രേവന്തൻ ബലരാമനെ കൊണ്ട് രേവതിയെ കല്യാണം കഴിപ്പിച്ചു. രേവന്തൻ രാജ്യം 4 പകുത്തു. 4 മോക്ക് കൊടുത്തു. രേവന്തൻ മോൾ കൊടുത്ത സ്ഥലമാണ് ദ്വാരക എന്ന് പറയുന്നത്. ദ്വാരക, അതായത് ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ ഒരു കാര്യമില്ല. ചേട്ടത്തിയുടെ ശ്രീധരൻ കിട്ടിയ ദത്ത് കയറിയ സ്ഥലമാണ് ഈ ദ്വാരക എന്ന് പറയുന്നത്. അപ്പോൾ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ ദ്വാരക വന്നു. അവർ ചക്രവർത്തിമാരായില്ല, തലക്കിരീടൊന്നും വെച്ചില്ല. അവരെന്ത് ചെയ്യുന്നറിയാമോ? അവരാദ്യം ലോകത്തിലെ ആദ്യത്തെ പാർലമെന്റ് ഉണ്ടാക്കി. നമ്മളെയൊക്കെ 5ാം ക്ലാസ്സിൽ ഒരു ശുദ്ധ വീഴക്കെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. 2500 വർഷത്തിന് മുമ്പ് ഏതൻസിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ശുദ്ധ പട്ടത്തരായി പഠിപ്പിക്കുന്നവർ. അവിടെ 8% ജനങ്ങൾക്ക് വോട്ടവകാശമില്ല. 8% ജനങ്ങൾക്ക് വോട്ടവകാശമില്ല. എങ്ങനെ ജനാധിപത്യം? 92% ജനങ്ങൾക്ക് വോട്ടവകാശമില്ല. പക്ഷേ ബലരാമനും ശ്രീകൃഷ്ണനും കൂടെ ദ്വാരകയിൽ വന്ന ശേഷം ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് ഒരു പാർലമെന്റ് ഉണ്ടാക്കി. നിങ്ങൾ ഭാഗവതത്തിൻ്റെ 11ാം സ്കന്ധത്തിൽ ചെല്ലുമ്പോൾ ആ പാർലമെന്റ് പേര് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ദാസാർഹി, ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുക്കുന്ന സ്ഥലം. ഭാഗവതത്തിൽ പറയുന്ന പേരാണ് ദാസാർഹി. ഈ പാർലമെന്റ് മീറ്റിംഗ് കൂടും. ബലരാമനും ശ്രീകൃഷ്ണനോടൊപ്പം ഇരിക്കും. ഇവർക്കവിടെ കാര്യമൊന്നുമില്ല. ചർച്ചയ്ക്ക് തീരുമാനം ശ്രീകൃഷ്ണൻ പറയും, ആ 3ാമത്തെ പറഞ്ഞോണ്ടല്ലോ, കറക്റ്റ്, അതാണ് നടപ്പാക്കേണ്ടത്. അത് അങ്ങനെ ഒരു സ്പീക്കറുടെ പരിപാടിയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ. അങ്ങനെ ലോകത്തിൽ ആദ്യം ജനാധിപത്യം നടപ്പാക്കിയത് 4000 കൊല്ലത്തിന് ദ്വാരകയിലാണ്. ഈ ബലരാമൻ കലപ്പയിലെ കർഷകനല്ലേ. അദ്ദേഹം ദ്വാരകയുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഉഴുതു മറിച്ച് കൃഷി ചെയ്തു. അങ്ങനെ ദ്വാരക സസ്യശ്യാമളമായ കൃഷിഭൂമിയാക്കി മാറ്റി. അവിടെ ഒരു കോട്ട പണിഞ്ഞു. സാധാരണ കോട്ടയ്ക്ക് ഒരു ഗേറ്റേ ഉള്ളൂ. ബലരാമൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു അങ്ങനെയല്ല, ഈ കോട്ടയ്ക്ക് 64 ഗേറ്റ് വേണം. 8 ദ്വാരകന്മാർക്ക് 8 ഗേറ്റ് വെച്ചിട്ട് അങ്ങനെ 64 ദ്വാരങ്ങൾ. ദ്വാരം എന്ന ഗേറ്റ് 64 ദ്വാരമുള്ള പട്ടണമായിട്ട് അതിനെ ദ്വാരക, സിറ്റി ഓഫ് ഗേറ്റ്സ് എന്ന് വിളിച്ചത്. അങ്ങനെയാണ് ദ്വാരക എന്നുള്ള പേര് വരുന്നത്. അങ്ങനെ കാർഷികമായി ദ്വാരക ഉയർത്തി ജനാധിപത്യം കൊണ്ടുവന്ന് ദാസാർഹി എന്ന പാർലമെന്റുണ്ടാക്കി അവിടുത്തെ ഭരണം ശരിയാക്കി. അതാണ് ബലരാമൻ. പക്ഷെ ബലരാമന് ഈ കൃഷിയുടെ കൂടാതെ അദ്ദേഹം ഗദായുദ്ധത്തിൽ വീരനായി. ഗദായുദ്ധത്തിൽ 4 പേരായിരുന്നു ഭയങ്കരന്മാർ. ഒന്ന് ബലരാമൻ, ഒന്ന് ഭീമൻ, ഒന്ന് ദുര്യോധനൻ, 4ാമത്തെ കീചകൻ. മഹാഭാരത യുദ്ധത്തിൽ ബലരാമൻ പങ്കെടുത്തില്ല. ബലരാമൻ 2 ബന്ധുക്കളാണ്. ഞാൻ 2 കൂടാൻ നോക്കിയില്ല. അപ്പൊ പിന്നെ ദുര്യോധനും കീചകനും കൂടെ ഒത്തുചേർന്നാൽ ഭീമസേൻ്റെ കാര്യം കഷ്ടമാണ്. അതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തറിയാമോ, പാഞ്ചാലിയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്ന ചാർജിൽ ഭീമസേനൻ കീചകനെ കൊന്നു. അപ്പം മഹാഭാരത യുദ്ധത്തിൽ ദുര്യോധനൻ വേഴ്സസ് ഭീമൻ ഡയറക്റ്റ് 1-to-1 ഫൈറ്റായി. അത് വിജയത്തിലേക്ക് നയിച്ചു. അപ്പം കലപ്പ ഉപയോഗിച്ച് മണ്ണ് കൊഴിയാണ്. പക്ഷെ ഗദായുദ്ധത്തിൽ ആരെയും തോൽപ്പിക്കുന്ന ആളായി ബലരാമൻ മാറി. നിങ്ങൾ ഓരോരുത്തരും ബലരാമൻ്റെ അവതാരം പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരേ സമയം ഒരു കാര്യം മാത്രം അറിയുന്നവരാവരുത്. ഒന്നിലൊരു കാര്യം പഠിക്കണം. ഐൻസ്റ്റൈൻ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, വലിയ സംഗീതജ്ഞനായിരുന്നു. വിൻസ്റ്റൺ ചർച്ചിൽ രാഷ്ട്രീയക്കാരനാണ്, പക്ഷെ 6 പുസ്തകം എഴുതിയ മനുഷ്യൻ. ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പീപ്പിൾസ് എഴുതി. ഹിറ്റ്ലർ ക്രൂരനായ രാജാവാണ്, പക്ഷെ അയാൾ നല്ലൊരു പെയിൻറ്ററായിരുന്നു, നല്ലൊരു പെയിൻറ്റർ. ലോകത്തിലെ ആളുകൾക്ക് മൾട്ടി ഫേസഡ് പേഴ്സണാലിറ്റി. ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കളയരുത്, മറ്റ് പല കാര്യങ്ങളും പഠിച്ചിരിക്കണം. ചില സ്ത്രീകളുണ്ട്, അടുക്കള നല്ലപോലെ പാചകം ചെയ്യും, പക്ഷേ സ്പെയർ ടൈമിൽ നല്ലപോലെ ചിത്രം വരയ്ക്കും. ചില സ്ത്രീകളുണ്ട്, ഭർത്താവിനെ നല്ലപോലെ നോക്കും, പക്ഷെ നല്ലപോലെ പാടും. അപ്പോൾ ഒന്നിലേറെ കലകളിൽ മനുഷ്യൻ പഠിക്കണം. അതിനാണ് കലപ്പ കൊണ്ട് ഉഴുതുമറിക്കുന്ന ബലരാമൻ ഗദ കൊണ്ട് യുദ്ധം ചെയ്യാൻ മിടുക്കനായി മാറി. അറ്റ് ദ സെയിം ടൈം ഇനി ദ്വാരകയിലെ ദാസാർഹി 10 തീരുമാനം എടുക്കുന്നുണ്ട്. ഭാഗവതം വായിക്കും മനസ്സിലാകും. ലോകത്തിൽ ആദ്യമായി മദ്യനിരോധനം നടപ്പാക്കിയത് ദ്വാരകയിലാണ്. യജ്ഞാചാര്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരും 11ാം സ്കന്ധം പറയുമ്പോൾ മദ്യനിരോധനം നടപ്പാക്കി. ആ ഒരൊറ്റ തീരുമാനം നടപ്പാക്കാൻ ദ്വാരകയിലെ ചീഫ് സെക്രട്ടറിക്കും DGP കഴിഞ്ഞിരുന്നെങ്കിൽ ദ്വാരക രക്ഷപ്പെട്ടനായിരുന്നു. ഈ മദ്യനിരോധനം നടപ്പാക്കാൻ പറ്റില്ല. യുവമരങ്ങളെ കടലടിച്ച് ആട്ടിച്ച് യദുകുലം നശിച്ചുപോയി. ഈ മദ്യനിരോധനം നടപ്പാക്കാനാണ് രസിക്കുന്നത്. അങ്ങനെ 10 തീരുമാനം ഭാഗവതം വായിക്കുന്ന 10 തീരുമാനവും എത്ര ആക്യുറേറ്റാണെന്നറിയുമോ? ബലരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് 9ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണൻ, പൂർണ്ണാവതാരം. ഭഗവാൻ കൃഷ്ണനെ പറ്റി മണിക്കൂറുകൾ പറഞ്ഞാലും തീരത്തില്ല. എങ്കിലും 3-4 കാര്യം. ഭഗവാൻ കൃഷ്ണൻ ബാല്യകാലം ഗോകുലത്തിലാണ്. അദ്ദേഹം ഹൈസ്കൂളിലും കോളേജിലെത്തുന്ന പ്രായമായപ്പം നന്ദാവനത്തിൽ വന്നു.
അത് കഴിഞ്ഞ് 18 വയസ്സായപ്പോൾ മധുരയിലെത്തി. അമ്മാവനെ കൊന്ന് അമ്മാവൻ്റെ മക്കൾക്ക് രാജ്യാധികാരം കൊടുത്ത് അമ്മാവൻ്റെ ഭാര്യയെ അതേ കൊട്ടാരം താമസിച്ചിട്ട് ഭഗവാൻ അത് കഴിഞ്ഞ് ദ്വാരകയ്ക്ക് പോയി. ഗോകുലത്ത് നിന്ന് നന്ദാവനത്ത് പോയ ഭഗവാൻ പിന്നെ ഒരിക്കലും ഗോകുൽ തിരിച്ചു പോയില്ല. നന്ദാവനത്ത് നിന്ന് മധുരയിൽ പോയ ഭഗവാൻ പിന്നെ ഒരിക്കലും നന്ദാവനം തിരിച്ചു പോയില്ല. ഉദ്ധവരെ അയക്കും, കാര്യങ്ങളൊക്കെ നോക്കും. ഭഗവാൻ പോയില്ല. മധുരയിൽ നിന്നും ദ്വാരകയിൽ വന്ന ഭഗവാൻ ഒറ്റ തവണ പോലും മധുരയ്ക്ക് തിരിച്ചു പോയില്ല. അപ്പോൾ ഗോകുലത്ത് നിന്ന് നന്ദാവനത്ത് വരുന്ന ഭഗവാൻ തിരിച്ച് ഗോകുലത്തിൽ പോയില്ല. നന്ദാവനത്ത് നിന്ന് മധുരയിൽ പോയ ഭഗവാൻ തിരിച്ച് നന്ദാവനത്തിൽ പോയില്ല. മധുരയിൽ നിന്ന് ഗോകുലത്തിൽ നിന്ന് ദ്വാരകയിൽ പോയ ഭഗവാൻ ഒരിക്കലും മധുര തിരിച്ചു പോയില്ല. ഭഗവാൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ചെറുപ്പത്തിൽ നിന്ന് അയാളെ അടിച്ചു, അമ്മാവൻ എന്നെ തൊഴിച്ചു. ഇതൊന്നും പണ്ട് പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ലുക്ക് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ. പാസ്റ്റിൽ അത് സംഭവിച്ചു, പണ്ട് അയാൾ എനിക്കൊരു ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നുള്ളായിരുന്നു. നെവർ ലിവ് ഇൻ യുവർ പാസ്റ്റ്, ലീവ് ഓൺ ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. ഭഗവാൻ പഠിപ്പിക്കുകയാണ്. നെവർ ലുക്ക് ബാക്ക്. പണ്ട് പല കാര്യം നടന്നിട്ടുണ്ടാവും, മുമ്പോട്ട് നോക്കി ജീവിതം നയിച്ചോണം. ഈ ലോകത്തിലെ മനോരോഗങ്ങളുടെ സൈക്കിക് രോഗങ്ങളുടെ 70% പാസ്റ്റിനെ പറ്റി പറയുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആ സൈക്കോളജിക്കൽ രോഗങ്ങളെ നമ്മൾ രക്ഷിക്കുകയാണ് ഭഗവാൻ നമ്മൾ കാണിച്ചു തരുന്ന വഴി. ലുക്ക് ടു ദ ഫ്യൂച്ചർ ആൻഡ് ലിവ്, നെവർ ലുക്ക് ബാക്ക് ആൻഡ് റിഗ്രറ്റ്. നെവർ റിഗ്രറ്റ്. ഭഗവാൻ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി ഭഗവാൻ 4 തവണ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. ആദ്യം മണ്ണുവാരി കളിച്ച കുഴപ്പമൊക്കെ ഉണ്ടാക്കിയപ്പോൾ യശോദ അടിക്കാൻ പഠിച്ചു. ഭഗവാൻ തുറന്ന് കാണിച്ചു. വിശ്വരൂപം കണ്ട യശോദ അമ്പരത്തു. ഓ, ഇത് വെറും കുട്ടിയല്ലല്ലോ, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എവിടെയെന്നറിയുമോ? സമാധാന സമ്മേളനത്തിന് പോയി. ദുര്യോധനൻ ശബരിയും കൂടെ ആലോചിച്ചു, ഇവനാണ് പാണ്ഡവന്മാരുടെ ശക്തി. ഭഗവാൻ കൃഷ്ണനെ അറസ്റ്റ് ചെയ്താൽ ജയിലിലിട്ട പ്രസന്റ് ചെയ്തു. എങ്ങനെ അറസ്റ്റ് ചെയ്യാമെന്ന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. മലമൂത്ര വിസർജനം ചെയ്തു പോയി ദുര്യോധനനും ശകുനിയൊക്കെ പേടിച്ചു. മൂന്നാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവാണ്. അർജുനൻ സ്തബ്ധനായി വീണുപോയി. 701 ശ്ലോകമുള്ള ഭഗവത്ഗീത ചൊല്ലി അർജുനൻ എഴുന്നേൽപ്പിക്കാൻ. 10ാമത്തെ അധ്യായം എത്തിയപ്പോഴേക്കും, അങ്ങ് ഭഗവാനല്ലേ, അങ്ങയുടെ ആ രൂപം എന്നെ കാണിക്കാമോ? ഭഗവാൻ പറഞ്ഞു, നമ്മൾ നാരായണന്മാരുടെ പല ജന്മമായി, പക്ഷേ അർജുനൻ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന സംശയമാണ്. എന്നിട്ട് 10ാം അധ്യായത്തിൽ അർജുനനെ ശക്തിപ്പെടുത്തി. എന്നിട്ട് 11ാം അധ്യായത്തിൽ ഭഗവാൻ വിശ്വരൂപം കാണിക്കുകയാണ്. കോടി സൂര്യപ്രഭ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ ഹ്യൂമർ ലോകത്തിൽ ആദ്യത്തെ ആറ്റം ബോംബ് പൊട്ടിക്കുകയാണ് മെക്സിക്കോയിൽ. 8 കിലോമീറ്റർ അകലെ ഒരു ഇരുമ്പ് ഗോപുരത്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആറ്റം ബോംബ് അങ്ങോട്ട് പൊട്ടി. ഓപ്പൺ ഹ്യൂമർ പഠിച്ച ജർമ്മൻ ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ അതിനെ വർണ്ണിക്കാൻ പറ്റില്ല. പക്ഷെ ഓപ്പൺ ഹ്യൂമർ ബെർലിൻ യൂണിവേഴ്സിറ്റിയിലെ ഇൻഡോളജി ക്ലാസ്സിൽ ഭഗവത്ഗീത പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്പൺ ഹ്യൂമർ കണ്ടുടനെ ഭഗവത്ഗീത ഉദ്ധരിക്കുകയാണ്. പറഞ്ഞതിന് കോടി സൂര്യപ്രഭ എന്ന ശ്ലോകം ചൊല്ലുകയാണ്. 4ാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എപ്പോഴാണ്? ഭീഷ്മർ ശരശയെ കിടക്കാൻ. ഉത്തരായന കാലത്ത് മാത്രമേ മരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഉത്തരായന കാലം തുടങ്ങുന്നത് എന്താണ്? മകരസംക്രാന്തിക്കാണ്. മകരസംക്രാന്തി എന്ന് രാവിലെ ഭഗവാൻ ശരശയെ വന്നു. ഭഗവാനെ കണ്ടുടനെ ഭീഷ്മർ, എൻ്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് അറിയാമെന്ന് കൃഷ്ണ എന്ന് പറഞ്ഞു വിഷ്ണു സഹസ്രനാമം ചൊല്ലും. യജ്ഞാചാര്യൻ ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം പറഞ്ഞു. ഉഗ്രം പുസ്തകം കേട്ടോ, വിഷ്ണു സഹസ്രനാമം കൃത്യമായിട്ട് പഠിച്ചോണം ഭഗവാൻ ആരാണ്. അപ്പം ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഭീഷ്മരെ, നീ ജീവിതത്തിലെല്ലാം കണ്ടു, എല്ലാ ഉയർച്ചയും കണ്ടു, താഴ്ചയും കണ്ടു. പക്ഷേ ഈ ലോകം എന്താണെന്ന് എനിക്ക് അറിയണോ? എന്നെ കാണിച്ചു തരാം. ഭഗവാൻ 4ാമത്തെ വിശ്വരൂപം കാണിച്ച് ഭീഷ്മരെ. പക്ഷേ ഓരോ വിശ്വരൂപവും നിങ്ങൾ ശ്രദ്ധിച്ചോണം. യശോദയെ കാണിച്ച വിശ്വരൂപം പ്രകൃതി രമണീയമായ നദികൾ, സസ്യശ്യാമളമായ പ്രകൃതി, നമ്മുടെ മഴവില്ലൊക്കെ കാണിച്ചത്. കാരണം ഒരു സ്ത്രീ, അവൾക്ക് വലിയ വിശ്വരൂപം കണ്ടാലും അവൾക്ക് സഹിക്കാൻ പറ്റുമോ? അവൾക്ക് മനസ്സിലാവുന്ന കാര്യം, യശോദയ്ക്ക് മനസ്സിലാകുന്ന സസ്യശ്യാമളമായ മാതൃഭാവമുള്ള ഭാവങ്ങൾ കാണിച്ചു കൊടുത്തു. യശോദയ്ക്ക് ഭഗവാനായിരുന്നു മനസ്സിലായി. ദുര്യോധനൻ അറസ്റ്റ് ചെയ്യാൻ വരുന്നല്ലേ, അവനെ ദ്രഷ്ടങ്ങളുള്ള വലിയ രൂപങ്ങളെ കാണിച്ചു. പേടിച്ചും വരണ്ട് മലമൂത്ര വിസർജനം ചെയ്തു ദുര്യോധനൻ. മഹാഭാരത യുദ്ധഭൂമി വെച്ച് അർജുനൻ ഇങ്ങനെ കാണിച്ച് അർജുനൻ ഒഴിച്ച് മലമൂത്ര വിസർജനം ചെയ്താൽ രഥത്തിലല്ലേ വീഴാൻ പറ്റുന്നത്. അർജുനെ കാണിച്ച് എന്താണെന്നറിയാമോ? സൂര്യചന്ദ്രഗോളങ്ങൾ, അനാവശ്യമായി സ്പേസ് ഒക്കെ കാണിച്ചു കൊടുത്തു. ഭീഷ്മരെ കാണിച്ചപ്പോഴോ ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന രംഗങ്ങളാണ് ഭീഷ്മരെ കാണിച്ചത്. ഭഗവാൻ ഈ 4 തവണ വിശ്വരൂപം കാണിച്ച് എന്തിനെ മാറ്റം വരുത്തിയത്? നമുക്ക് ഓരോരുത്തർക്കും ഭഗവാനെ മനസ്സിലാവുന്ന ഓരോ രൂപത്തിലാണ്. PhD കാരനടുത്തും ഭഗവാനെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലാണ്. പൂജാരി ഭഗവാനെ മനസ്സിലാക്കുന്ന വേറൊരു രീതിയിലാണ്. ഗൃഹസ്ഥാശ്രമിയ ഒരു സ്ത്രീ ഭഗവാനെ മനസ്സിലാക്കുന്ന വേറൊരു രൂപത്തിലാണ്.
അപ്പോൾ എല്ലാവരും ഓരോ രൂപത്തിൽ ഭഗവാനെ കാണാൻ പറ്റുമോ? പറ്റിയല്ല. നമ്മുടെ ഓരോരുത്തരും ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ ഇൻ്റലക്ച്വൽ ലെവൽ അനുസരിച്ച്, നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഭഗവാനെ മനസ്സിലാക്കണം. ഇവിടെ ഭാഗവത സപ്താഹം നടക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കഥയല്ല വേറൊരാൾക്ക് മനസ്സിലാകുന്നു. അത് യജ്ഞാചാര്യം മാറ്റി മാറ്റി പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോരുത്തർക്ക് മനസ്സിലാവേണ്ട ഭഗവാൻ ആരാണെന്ന് മനസ്സിലാവും. ഈ വിശ്വരൂപത്തിലെ വ്യത്യാസം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായി ഗോവർദ്ധനോദ്ധാരണമാണ്. ഗോവർദ്ധനം ചില ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കൈയുടെ മുകളിൽ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇന്നാളെ ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പം ഭഗവാൻ ഇങ്ങനെ വിരലിൻ്റെ അറ്റത്ത് ഗോവർദ്ധനം എടുത്ത് പൊക്കി വെള്ള ചിത്രം. അപ്പോൾ ഞാൻ ഈ ഗോവർദ്ധനം കാണാൻ പോയിട്ടുണ്ട്. 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള ഒരു പർവ്വതമാണ് ഈ ഗോവർദ്ധനം. അപ്പോൾ ഗോവർദ്ധനം ഉദ്ധരിച്ചു വന്ന കൈ പൊക്കെന്നാണ് അതിൻ്റെ അർത്ഥം. ഗോവർദ്ധനത്തെ ഡെവലപ്പ് ചെയ്ത്, എക്കണോമിക് ഡെവലപ്മെൻ്റ് ഓഫ് ഗോവർദ്ധനം ചെയ്തതാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ അവിടെ ചെന്നപ്പോൾ വരൾച്ചയുള്ള ഭൂമിയാണ്. പശുക്കൾക്ക് തിന്നാൻ പുല്ലുമില്ലൊന്നുമില്ല. മഴ പെയ്തേ പറ്റുള്ളൂ. ഭഗവാൻ ആലോചിച്ച് എങ്ങനെയാണ് മഴ പെയ്ക്കുക. അപ്പോൾ അംഗരാജ്യത്തിൽ ഓപാദൻ മഴ പെയ്ച്ച സംഭവം നിങ്ങൾ വൈശാലിയിൽ സിനിമ കണ്ടതാണ്. അപ്പോൾ സ്ത്രീകളെ എന്താണെന്നറിയാത്ത ഒരു ഋഷ്യസിംഗിനെ കൊണ്ട് 42 ദിവസം യാഗം നടത്തി. അതിൻ്റെ ഫലമായി മഴ പെയ്തപ്പോൾ തൻ്റെ വളർത്തുമകളായ ശാന്തയെ കല്യാണം കഴിച്ചു കൊടുത്തു. നമ്മുടെ സ്വന്തം മുളകനെ കൊടുക്കുമോ? പെണ്ണെന്താ സ്ത്രീ എന്താണെന്ന് അറിയാത്ത തലേ കൊമ്പുള്ള ഒരുത്തൻ നമ്മൾ മുള കൊടുക്കുമോ? ഇതെന്തോ വളർത്തുമകളാണ്, ദശരഥൻ്റെ മോളാണ്, ശ്രീരാമൻ്റെ മൂത്ത സഹോദരിയാണ് ഈ ശാന്ത. ദശരഥൻ ദത്ത് കൊടുത്താണ്. അയാൾ പെണ്ണിനെ കെട്ടി ദത്ത് കയറിയവനാണ്. അപ്പോൾ ഈ മോളെ കെട്ടിയ അയോധ്യ കൊടുക്കട്ടെ? അയാൾക്ക് അയാൾ മെയിൽ ഷോവനിസ്റ്റായിരുന്നു. ലോകവാദൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോൾ ഈ മഴ പെയ്ച്ച കഥ കേട്ടപ്പോൾ ഋഷ്യസിംഗിനെ വിളിച്ചുകൊണ്ടുവന്ന് ദശരഥൻ പുത്രകാമേഷ്ടി നടത്തി. ആ പായസം കുടിച്ചപ്പോഴാണ് ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും സൗത്രനും ഉണ്ടായത്. അപ്പോൾ ഇത് ചിലവുള്ള പരിപാടിയാണ്. ഭഗവാൻ എന്തെന്നറിയാമോ? റിവേഴ്സ് അടിച്ചു കൊടുത്തു. ഇനി മേലാൽ ഒരുത്തനും ദേവേന്ദ്രനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ അപ്പൻ്റെയൊക്കെ സ്റ്റാച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ദേവേന്ദ്രൻ ദേഷ്യം വന്നു, ആഹാ കാണിച്ചു തരാം, ഭയങ്കര മഴ. അപ്പോൾ ഇത് പോസിറ്റീവ് മെതറും നെഗറ്റീവ് മെതറും ഉണ്ട്. ഒരു രീതി നമ്മൾ അപ്പീസ് ചെയ്ത് കാര്യം സാധിക്കാം, മറ്റേ ഇതിൽ ദേഷ്യപ്പെടുത്തി കാര്യം സാധിക്കാം. രണ്ടും സാധിക്കാം. ഞാൻ പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പളായിരുന്നു. ഒരു പോലീസുകാരെ മഹാശല്യം. ഇവനെ ട്രാൻസ്ഫർ ആണ്. 2 തവണ DGPക്ക് എത്തി DGP ട്രാൻസ്ഫർ ചെയ്യலாம். അപ്പോൾ ഞാൻ ഭാഗവതം പ്രയോഗിച്ചു. 1 മാസം കഴിഞ്ഞ് ഞാൻ ലെറ്റർ അയച്ചു. ഈ പോലീസുകാരില്ലാതെ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇവനെ മരണം വരെ, റിട്ടയർമെന്റ് വരെ ഈ പോലീസ് സ്റ്റേഷനുകളെ റീറ്റെയിൻ ചെയ്തിരിക്കണം. DGP ദേഷ്യപ്പെടുന്നു. അങ്ങനെ എടുത്തണം. ആടിയുടെ അവനെ എടുത്ത ട്രാൻസ്ഫർ തിരിച്ചു കൊടുത്തു. ഭാഗവതം വായിച്ചാണ് എനിക്കിത് പറ്റിയത്. ഈ പോസിറ്റീവ് പരിപാടിയുണ്ട്, നെഗറ്റീവ് പരിപാടി. നമ്മളൊരു മനുഷ്യൻ ഇടപെടുമ്പോൾ നമ്മുടെ ലോകവാദം ചെയ്ത പണിയാണോ ഭഗവാൻ ചെയ്ത പണിയാണോ നമ്മൾ ആലോചിച്ചാണോ? ഒരാളെ DDN പോസിറ്റീവാണ്, നെഗറ്റീവ് മെത്തഡാണ്. മഴ അങ്ങോട്ട് പെയ്ച്ചു. ഭഗവാൻ എന്തെന്നറിയാമോ? ഈ ഗോവർദ്ധനത്തിൽ നിന്ന് ഇതിറങ്ങി വരുന്ന സ്ഥലത്ത് 64 കുളങ്ങൾ ഒഴിച്ചു. എന്നിട്ട് ആ കുളത്തിൽ നിന്ന് വെള്ളം ചാനലുകളായി ഒഴുകി ഒരു 64 ചതുരശ്ര കിലോമീറ്ററിൽ ആ വെള്ളം ചെല്ലും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒക്കുമെങ്കിൽ ആ ഗോവർദ്ധനം പോയിന്ന് കണ്ടേക്കണം. ഈ ഭഗവാന്റെ ആ ഇറിഗേഷൻ പരിപാടി. ഈ 8 കിലോമീറ്റർ നീളം 4 കിലോമീറ്റർ വീതമുള്ള മലയിൽ വെള്ളം ഒഴുകുമെന്ന് 64 കുളങ്ങൾ നിറച്ചിട്ട് അത് ഓവർഫ്ലോ ചെയ്ത് ഈ സ്ഥലത്ത് മുഴുവൻ എത്തി. അങ്ങനെ വരൾച്ചയുള്ള പുല്ലുപോലും കിളിക്കാത്ത ഗോവർദ്ധനം സസ്യശ്യാമളമായ ഗോവർദ്ധനമായി മാറി. ഗോപാലകർക്ക് സഭ ഉണ്ടായി. അതാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനാണ്. അത് ഭാഗവതം പറഞ്ഞത് മനസ്സിലാവാതെ ആരോ കൈ പിടിച്ച് പൊക്കി എന്നൊക്കെ, അത് ഫിഗറേറ്റീവായിട്ട് പുരാണങ്ങളിലേക്കൊക്കെ പറയും. ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. അതിൻ്റെ റിയൽ ട്രൂത്ത് മനസ്സിലാക്കണം. എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനം. ഞാൻ ഈ ഗോവർദ്ധനം ചെന്നിട്ട് മലയുടെ മുകളിൽ ചെന്നു. അപ്പോൾ സ്വർണം പൂശിയൊരു ക്ഷേത്രം. ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം. പിന്നെ കുറച്ച് താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയൊരു ക്ഷേത്രം. പിന്നെ കുറേ താഴെ വന്നപ്പോൾ ഇരുമ്പ് പൂശിയൊരു ക്ഷേത്രം. പിന്നെ ഒരു തടി കൊണ്ടുള്ള ക്ഷേത്രം. ഏറ്റവും താഴെ 8ാമത്തെ ക്ഷേത്രം കളിമണ്ണ് മാത്രമുള്ള ക്ഷേത്രം. ഞാൻ മേടിച്ചു ഇതെന്തൊരു കളി. ഞാൻ എൻ്റെ കൂടെ DYSP പറഞ്ഞോട് ഈ പൂജാരി എന്ന് വിളിക്കാൻ പറഞ്ഞു. പൂജാരി വിളിച്ചു. ഞാൻ ചെന്ത് ഇതിൻ്റെ അർത്ഥം. പൂജാരി പറഞ്ഞു, ആ മേളോട് സ്വർണ്ണം ഉണ്ടല്ലോ, അങ്ങിപ്പോൾ IG അല്ലേ, അതിൻ്റെ ഗമയിൽ അങ്ങിരിക്കുന്നതാണ് ഈ സ്വർണം പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് അങ്ങിക്ക് ഒരു അധികാരമില്ലാത്തൊരു സ്ഥലത്തോട്ട് മാറ്റും. അതാണ് വെള്ളി പൂശിയ ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ കിട്ടും. അത് ചെമ്പ് പൂശിയ ക്ഷേത്രമാണ്. കുറച്ച് കഴിഞ്ഞ് അങ്ങ് റിട്ടയർ ചെയ്തിട്ട് ആർക്കും അങ്ങ് വേണ്ടാത്തൊരു കാലം വരും. അതാണ് ഈ തടി കൊണ്ടുള്ള ക്ഷേത്രം. പിന്നെ അങ്ങ് ചത്തു കഴിഞ്ഞാൽ ആർക്ക് വേണം സാറേ? സാറിനെ ഒരു തീക്കകത്ത് വെച്ച് ഭസ്മമാക്കി അങ്ങ് ഒഴിക്കളയും. അതാണ് മണ്ണ് പൂശിയ ക്ഷേത്രം. അപ്പോഴും കാര്യം മനസ്സിലായി. ഞാൻ തിരിച്ച് മല കയറി. ഒന്നാമത് കാര്യം ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ 2ാമത് മേളിൽ കയറി. ഈ ഓരോ ക്ഷേത്രം അവിടെ കൊത്തിവെച്ചിരിക്കുന്ന മന്ത്രങ്ങളും അവിടെ ഭാഗവത്തിൽ നിന്ന് ഉദ്ധരിച്ച വരികളും ഒക്കെ അങ്ങോട്ട് വായിച്ചു. അങ്ങനെ 2ാമത് 8 ക്ഷേത്രം കയറി താഴെ ഇറങ്ങി വന്നപ്പോഴാണ് എന്തുവാണ് ഗോവർദ്ധനോദ്ധാരണം എന്ന് മനസ്സിലായത്. ഗോവർദ്ധനോദ്ധാരണം
വളരെ ശ്രദ്ധേയമായി മനസ്സിലായി വേണം. എക്കണോമിക് ഡെവലപ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു മന്ത്രി MLA ഭരിക്കേണ്ടത്, എങ്ങനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോലി ചെയ്യേണ്ടത്, കൃത്യമായി കാണിക്കുകയാണ് ഗോവർദ്ധനോദ്ധാരം. വളരെ ശ്രദ്ധേയമായിട്ട് പഠിപ്പിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചു തരാണ്. ഭഗവാൻ കൃഷ്ണൻ സ്ത്രീകളുടെ മുണ്ടും എല്ലാം പറിച്ചുകൊണ്ട് പോയെന്ന് ഒരു കഥയുണ്ട്. അപ്പോൾ ചില ന്യായീകരണ തൊഴിലാളികളുണ്ട്. ഭഗവാൻ അന്ന് 9 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 9 വയസ്സുള്ള കുട്ടി പെണ്ണുങ്ങളുടെ സാരി എല്ലാം അടിച്ചുകൊണ്ട് പോയാൽ കുഴപ്പമില്ലേ? അപ്പോൾ ഞാനിത് കാണാൻ പോയി, സ്ഥലം കാണാൻ പോയി. ഇതെന്തോന്ന് അറിഞ്ഞിരിക്കണമല്ലോ ഈ ഭഗവാൻ എന്തുകൊണ്ടാണ് മുണ്ടെടുത്ത് മാറ്റിയെന്ന്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ സ്ത്രീകൾ ചെന്ന് കുളിക്കാൻ ഇറങ്ങുന്ന ആ സ്ഥലത്ത് വസ്ത്രം ഊരി വെച്ച് കഴിഞ്ഞാൽ ഒരു 30 മീറ്റർ നടന്നെങ്കിൽ ഈ വെള്ളത്തിനോട് ചെല്ലാൻ പറ്റുള്ളൂ. കുളിച്ച് കയറിയാൽ ഈ സ്ത്രീ പിന്നെ ഒരു 30 മീറ്റർ നടന്നെങ്കിൽ ഈ മുകളിലെത്തുള്ളൂ. അപ്പോൾ അവിടെ സ്ത്രീകളുടെ നഗ്നത പ്രദർശനം നടക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ ഈശ്വരൻ സൃഷ്ടിച്ച ഏറ്റവും സുന്ദരമുള്ള സംഭവം സ്ത്രീ സൗന്ദര്യമാണ്. ആ സ്ത്രീക്ക് ചുണ്ടും കവിളിലെ സൗന്ദര്യം അവള് 3 തലമുറ സന്തോഷിപ്പിക്കും. അച്ഛനെയും അമ്മ നോക്കും, അവർക്ക് വലിയ സന്തോഷം. ഭർത്താവിനെ കിസ് ചെയ്യും, അവന് വലിയ സന്തോഷം. പിന്നെ മക്കളെ കിസ് ചെയ്യും. കൊച്ചുകൾക്ക് ചെറുപ്പത്തിലെ അമ്മയുടെ ഉമ്മ ഭയങ്കര, അമ്മയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ കുട്ടി ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. 3 തലമുറയെ ആ സ്ത്രീ സന്തോഷിപ്പിക്കും. അവളുടെ സ്ഥാനത്തിലേക്ക് വരുമ്പം 2 തലമുറയ്ക്കുള്ളതാണ്. ഭർത്താവിനെ അവൾ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം. മക്കൾ ആ മുലയിൽ നിന്ന് പാൽ കുടിക്കും. ആ മുലപ്പാലിൻ്റെ രുചി ആ കുട്ടി ജീവിതത്തിൽ വേറെ ഒരു സ്ഥാനത്തിൽ നിന്നും കിട്ടുന്നില്ല. പക്ഷെ അവളുടെ യോനിയിലേക്ക് വരുമ്പം അത് 1 തലമുറയ്ക്കുള്ളതാണ്. ആ യോനി ഉപയോഗിച്ച് തൻ്റെ ഭർത്താവിനോ ഇണയോ ഒരു പുരുഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ പാരമ്യത്തിലൊരു സ്ത്രീക്ക് എത്തിക്കാൻ പറ്റും. അതേ യോനിയിലൂടെ ജനിക്കുന്നതാണ് കുട്ടി. പക്ഷേ കുട്ടിക്ക് ഇത് അറിഞ്ഞൂടാ, ഈ യോനിയിലൂടെ ജനിക്കുന്നത് അറിഞ്ഞൂടാ. പക്ഷേ ലോകം ഈശ്വരൻ സൃഷ്ടിച്ച് ഈ സുന്ദരമായ ശരീരം ഉണ്ടല്ലോ, കാണേണ്ടവനെ മാത്രമേ കാണിക്കാവൂ. വഴിയോ വന്ന് വായി നോക്കി കാണിക്കാനുള്ളതല്ല, പോർണോഗ്രാഫി കാണിക്കാനുള്ളതല്ല ഈ സാധനം. അപ്പോൾ ഭഗവാൻ ഇത് ചെയ്ത കടമുണ്ടല്ലോ, ആ കടവിൻ്റെ അപ്പുറത്ത് ഒരു 50 മരങ്ങളാണ്. ആ മരങ്ങൾ ഇങ്ങനെ ഇലകൾ ഇടതോർന്ന് നിൽക്കുകയാണ്. അതിനകത്ത് ഒരാൾ കയറി ഇരുന്നാൽ അയാൾ അവിടെ ഇരിക്കുന്ന കാര്യം ഒരു രീതിയിലും മനസ്സിലാവില്ല. എന്നെ ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയി DYSP അവിടെ ഒരാളിനെ ഇതിൻ്റെ മുകളിൽ കയറ്റി കാണിച്ചു തന്നു. ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നാലുണ്ടല്ലോ, അവൻ അവിടെ ഇരിക്കുന്ന കാര്യം താഴെ വയ്ക്കുന്ന എനിക്കും ആർക്കും മനസ്സിലാകത്തില്ല. അപ്പം അന്ന് ഈ സ്ത്രീകൾ കുളിക്കുന്ന സീൻ കാണാൻ വേണ്ടി ചില ആളുകൾ ഈ മരത്തിന് മുകളിൽ കയറി ഇരുന്നിരുന്നു. സ്ത്രീ വേഷം മാറിയിട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോൾ സ്ത്രീയുടെ പുറകുവശം നല്ല വിഷൻ. കുളിച്ചവൾ കയറി വരുമ്പം സ്ത്രീയുടെ മുൻവശം സുഖമായിട്ട് കാണാം 30 മീറ്റർ വരുന്നത്. അന്ന് ക്യാമറ ഒന്നും ഇല്ല, ഉണ്ടായിരുന്നവരെല്ലാം വീഡിയോ പിടിച്ചേനായിരുന്നു. അങ്ങനെ കയറി വരികയാണ്. ഇത് ചെയ്യരുതെന്ന് സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവരുടെ വസ്ത്രം എടുത്ത് മാറ്റിയത്. ഞാനവിടെ ചെല്ലുമ്പോൾ സ്ത്രീകൾ കുളിക്കാൻ വരും. അവർ നക്കൊന്ന് മറക്കുന്ന ഒരു വേഷം ഇട്ടിട്ടേ കുളിക്കാൻ പോകുള്ളൂ, ബാക്കി ഊരി വെക്കും. കുളിച്ചിട്ട് കയറി വരുമ്പം നനഞ്ഞ വസ്ത്രം, മറ്റ് പുതിയ വസ്ത്രം എടുത്തിട്ട് ആ നനഞ്ഞ വസ്ത്രം ഊരി മാറ്റി അവർ വീട്ടിലേക്ക് പോകും. അപ്പോൾ സ്ത്രീകളുടെ നഗ്നത പ്രൗഢികളും ഗുണ്ടകളൊക്കെ കാണാതിരിക്കാൻ വേണ്ടി ഭഗവാൻ സ്ത്രീകളോട് എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഈ സീൻ. അല്ലാതെ സ്ത്രീകളുടെ സാരി എടുത്തിട്ട് ഭഗവാൻ മരത്തിനോടെ കയറി ഇരുന്നൊന്നും മനസ്സിലാക്കി കളയരുത്. ഒരു തത്വം പഠിപ്പിക്കുകയാണ്. സ്ത്രീകൾ എങ്ങനെ ശരീരം മറക്കണമെന്ന് ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഭഗവാന് കാളിന്തി നദിയിൽ പോയി. അവിടെ കാളിയൻ അങ്ങനെ വിഷം വമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശമിപ്പിച്ചാൽ പറ്റുള്ളൂ. പശുക്കൾ ചാവുന്നു, എല്ലാവർക്കും ചാവുകയാണ്. ഭഗവാൻ എന്ത് ചെയ്തൊരു ആൽമരത്തിന് മുകളിൽ നിന്ന് ഈ കാളിയൻ്റെ പുറത്തോട്ട് ചാടി ചവിട്ടി അവനെ അങ്ങോട്ട് പരുവാക്കാം. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. അവരുടെ ഒരു ബന്ധം ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭാഗവതത്തിൽ നല്ല ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. ഈ കാളിയ മർദ്ദനം നല്ല ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ അവരുടെ ഭഗവാൻ എടുത്തു. ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു അച്ഛനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ നീ ഇനി ഈ സ്ഥലത്ത് താമസിച്ച് ഈ വിഷം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, കടൽ കടന്ന് 4000 യോജനയ്ക്ക് അപ്പുറത്ത് പോയി രമണക ദ്വീപുണ്ട്, അവിടെ പോയി താമസിച്ചുള്ള. അങ്ങനെ കാളിയും മക്കളെയും ഭാര്യമാരും കൂടെ രമണക ദ്വീപിലേക്ക് പോയി. നമ്മളിപ്പോൾ കടലിലിറങ്ങി ബേ ഓഫ് ബംഗാൾ കടന്ന് പസഫിക് സമുദ്രം ചെല്ലുമ്പോൾ ഫിജി എന്നൊരു ദ്വീപുണ്ട്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ദ്വീപാണ്. 61% ജനങ്ങൾ ഹിന്ദുക്കളാണ്. അവിടെ ഒരു ദ്വീപിൻ്റെ പേര് രമണക ദ്വീപ് എന്നാണ്. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നു ഞങ്ങൾ കാളിയന്മാരാണ്, യമുനാതിര തീരത്ത് നിന്ന് ഭഗവാൻ ഞങ്ങളെ ഓടിച്ചാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ കാളിയനെ 4000 യോജനയ്ക്ക് അപ്പുറത്തോട്ട് പറഞ്ഞിട്ട് രമണക ദ്വീപിൽ പോയി താമസിച്ചു. ഇപ്പോൾ നമ്മൾ 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് പസഫിക് സമുദ്രം ചെല്ലുമ്പോൾ ഫിജിയിൽ രമണക ദ്വീപ് എന്നൊരു ദ്വീപ്, അവിടുത്തെ ജനം പറയുന്നവർ കാളിയന്മാരാണ്, ഭഗവാൻ അവരെ ഓടിച്ചാണ്.
എന്തൊരു അവിശ്വസനീയമാണെന്നറിയാമോ? അപ്പോൾ നമ്മുടെ ജലസ്രോതസ്, നമ്മുടെ പൊതു ഇടം വേസ്റ്റ് ഇട്ടോ അല്ലാതെ നശിപ്പിച്ചാൽ അവനെ അവിടുന്ന് ഓടിച്ചിരിക്കണം. എറണാകുളത്ത് ഒരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമമുണ്ട്, 300 മീറ്റർ പൊക്കത്തിൽ വേസ്റ്റ് കിടക്കാണ്. തിരുവനന്തപുരത്തൊരു സ്ഥലമുണ്ട്, ഒരു 300 അടി താഴേന്ന് ഒരു അരുവിയുടെ തീരം തൊട്ട് ഇങ്ങനെ വേസ്റ്റ് കിടക്കാൻ. 2 മാസത്തിന് മുമ്പ് വേസ്റ്റ് പോകുന്ന ഓടക്കകത്ത് ഒരു വെള്ളം വീണ് ചത്തുപോയി. അപ്പം ഈ വേസ്റ്റ് ഇട്ട് ലോകത്തെ നശിപ്പിക്കാൻ പാടില്ല, വെള്ളത്തെ അശുദ്ധിയാക്കാൻ പാടില്ല. അപ്പം ഞാൻ ഈ കാളി നദി കാണാൻ പോയി. അവിടെ 72 ഫാക്ടറിയാണ്. ഭഗവാൻ ആ കാളി നദിയെ കണ്ടതിനേക്കാൾ എത്രയോ ദ്രോഹം എന്ന് പറയും ഇപ്പോൾ ആ കാളി നദി കാണിച്ചു വെച്ചിരിക്കുന്നത്. കറുത്ത നദി ഒഴുകാൻ മനുഷ്യനോ മൃഗത്തിനോ നദിയിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഭഗവാൻ പുനരവതാരം ചെയ്യാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഭഗവാൻ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാണ് എന്താണ് ജനത്തിനെ ദ്രോഹിക്കുന്ന ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ കാണിച്ചു തരാണ്. ഭഗവാന്റെ ജീവിതത്തിലെ വളരെ ശ്രദ്ധേയമായ സംഭവമാണ് രാധ. ദേവി ഭാഗവത്തിലെ ദശാവതാരത്തിൽ ഭഗവാൻ കൃഷ്ണനെ അനുഗമിക്കാൻ വേണ്ടി ഭഗവതി അവതരിക്കുന്നത് രാധയായിട്ടാണ്, രുക്മിണിയായിട്ടല്ല, സത്യഭാമയായിട്ടല്ല, നമ്പർ 1 നമ്പർ 2 ഭാര്യമാരായിട്ടല്ല. പക്ഷെ രാധയ്ക്ക് ഒരിക്കലും ഭഗവാനെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല, മുനിയുടെ ശാപമുണ്ട്. അതുകൊണ്ട് ലൈംഗിക വീഴ്ച ഇല്ലാതെ, വൈവാഹിക ബന്ധമില്ലാതെ ഒരു സ്ത്രീയും പുരുഷനെ എങ്ങനെ സ്നേഹിക്കണം അത് നമ്മളെ പഠിപ്പിക്കുകയാണ് രാധ എന്ന ഭാവത്തിൽ ദേവി വരുമ്പോൾ. അപ്പോൾ യജ്ഞാചാര്യൻ ഭാഗവതം വിവരിക്കുമ്പോൾ ഈ ഗോപസ്ത്രീകളുമായിട്ടുള്ള ബന്ധവും രാധയും ഭഗവാനുള്ള ബന്ധവും പറയുന്ന ഭാഗമുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരും. സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ മഹനീയത എന്താണ്, ആ മഹനീയത അല്ലാതെ സ്ത്രീ പുരുഷനുള്ള അപകടം എന്താണ്, ഇതെല്ലാം ഭാഗവതത്തിലുള്ള കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ്. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭാഗവതത്തിൽ ഇല്ലാത്തൊരു സംഭവം, ഞാൻ ദ്വാരക കാണാൻ പോയി. റിയൽ ദ്വാരക കടലിനടിയിലായിപ്പോയി. ഇപ്പോൾ കരയിൽ ഒരു 10,000 പേര് താമസിക്കുന്ന ദ്വാരക എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ്, ഈ കടലിനടിയിലാണ് ദ്വാരക. അപ്പോൾ കടലിനടിയിലെ ദ്വാരകയെ പറ്റി പഠിക്കാൻ വേണ്ടി BBC വേൾഡ് സർവീസ് ലൈറ്റ് ഘടിപ്പിച്ച് അണ്ടർഗ്രൗണ്ട് ക്യാമറയും കൊണ്ട് വന്നു. എന്നിട്ട് കടലിൽ നിന്ന് അടിയിലോട്ട് ക്യാമറ ഇട്ടിട്ട് ഭഗവാൻ ജീവിച്ചിരുന്ന ദ്വാരക കംപ്ലീറ്റ് ഒരു ഫോട്ടോഗ്രാഫ് എടുത്തു. എവിടെയൊക്കെയാണ് മതിൽ, എവിടെയൊക്കെയാണ് വിഗ്രഹങ്ങൾ നിൽക്കുന്നത്, എവിടെയാണ് ഭഗവാൻ താമസിക്കുന്ന കൊട്ടാരം കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ BBC വേൾഡ് സർവീസിൻ്റെ അണ്ടർഗ്രൗണ്ട് ദ്വാരക അടിച്ച് നോക്കിയാൽ മതി. കംപ്ലീറ്റ് ഭഗവാൻ ജീവിച്ചും ദ്വാരക നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴും ദ്വാരക എൻ്റെ കരയ്ക്കാണ്, അത് ഭഗവാൻ ജീവിച്ചും ദ്വാരക അല്ല. പക്ഷെ അവിടെ ജനങ്ങൾ പറഞ്ഞൊരു കഥയാണ്, അത് ഭാഗവതത്തിൽ ഇല്ലാത്ത കഥയാണ്, അതിന് രസമാണ്. ജനങ്ങൾ പറഞ്ഞു, മരിക്കാറായപ്പോൾ അവൾ ഒരു ലെറ്റർ അയച്ച ഭഗവാനെ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ബെഡിനടുത്തിരുന്ന് അങ്ങ് മുരളി പാടണം, ആ മുരളീരവം കേട്ടോണ്ട് എനിക്ക് ഉറങ്ങണം, എനിക്ക് മരിക്കണം. ഭഗവാൻ പല്ലക്കയച്ച് രാധയെ കൊണ്ടുവന്നു ദ്വാരകയെ. എന്നിട്ട് രുക്മിണി കിടക്കുന്ന ബെഡ്റൂമിലോട്ട് കിടത്തി കൊടുത്തു. രുക്മിണിക്ക് വഴക്കൊന്നുമില്ല, കാര്യം ലൈംഗിക വീഴ്ച ഉണ്ടാവില്ലെന്നും വിവാഹം ഉണ്ടാവില്ലെന്നും രുക്മിണിക്ക് അറിയാം. ഇപ്പോഴെങ്ങാനും ആയിരിക്കണമായിരുന്നത് ഭാര്യയുടെ മുറിക്കാത്ത ഒരു കാമുകി കൊണ്ട് കിടത്തി കൊടുത്തിരുന്നെങ്കിൽ 1000 എപ്പിസോഡുള്ള ഒരു സീരിയൽ മിക്കവാറും റെഡിയായിരുന്നു. ഭഗവാൻ അറിയാം രാധ എപ്പോഴാണ് മരിക്കുന്നതെന്ന്. രാധ മരിക്കാറായപ്പോൾ ഭഗവാൻ ഈ മുരളി കൊണ്ടുവന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഈ മുരളീനാഥം മുഴക്കി. ആ മുരളീനാഥം കേട്ടുകൊണ്ട് രാധ മരണത്തിലേക്ക് പോകുന്നത് വീണു. അന്ന് രാധയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പാടിയ രാഗമാണ് ഹരിമുരളീരവം. യേശുദാസ് ഹരിമുരളീരവം പാടുന്നത് മോഹൻലാൽ അഭിനയിക്കുന്നത് കാണാത്ത ആരും വിശ്വാസത്തിലുണ്ടാവില്ല. അപ്പോൾ രാധ മരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു, ഇനി ഞാൻ ഈ മുരളി വായിക്കുകയില്ല. രാധയുടെ ബെഡിനടുത്ത് ഈ മുരളി മേശപ്പുറത്ത് വെച്ചു എന്നാണ്. ഭാഗവതത്തിൽ ഇല്ലാത്ത കഥയാണ്. പക്ഷേ ആ നാടോടി കഥയിലെ അന്തർധാരിയായ സ്നേഹഭാവമുള്ള പ്രേമം അതെന്നെ വളരെ സ്പർശിച്ചു. അപ്പോൾ ഈ രാധയും ഭഗവാനുമായിട്ടുള്ള ബന്ധം അമൂർത്തമായ ലൈംഗിക ബന്ധത്തിൽ ആശ്രയിക്കാത്ത ഒരു പ്രേമം അല്ലെങ്കിൽ സ്നേഹം എന്താണെന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവതി രാധയായിട്ട് വന്ന് ഭഗവാന്റെ കൂടെ ജീവിച്ച ഒരു കാലഘട്ടം വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ ഞാനൊരു 4-5 ഉദാഹരണം എടുത്ത് പറഞ്ഞാണ് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിൽ എന്തായാലും നമുക്ക് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് ലാസ്റ്റ് അവതാരം കൽക്കി അവതാരം. പ്രാചീന
വൈദിക സംസ്കൃതത്തിൽ കർക്കി എന്നായിരുന്നു ഈ അവതാരത്തിൻ്റെ പേര്. കർമ്മത്തിന് അവസാനം കുറിക്കുന്ന അവതാരം. പക്ഷേ ലൗകിക സംസ്കൃതത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാഗവതം എഴുതിയപ്പോഴേക്കും ഈ കർക്കി എന്ന വാക്കിനെ കൽക്കി എന്നാക്കി, കാലത്തിൻ്റെ അവസാനം കുറിക്കുന്ന അവതാരം. അപ്പം കൽക്കി എല്ലാത്തിനും നശിക്കുമെന്ന് പറഞ്ഞ് ചിലർ മൈക്കൂടെ പ്രസംഗിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനിരിക്കുന്ന സ്റ്റേജിൽ തന്നെ. അങ്ങനെയല്ല ഭാഗവതം പറയുന്നത്. കാലത്തിന് അവസാനം കുറിക്കുമ്പോൾ ദുഷ്ടരായ ആളുകളെ സംഹരിച്ച ശേഷം ഭൂമിയെ രക്ഷിക്കുകയാണ്. രക്ഷിച്ചിട്ട് എങ്ങോട്ടാ പോന്നേ? ധർമ്മം കൃതയുഗത്തിൽ 4 കാലിലും, ത്രേതായുഗത്തിൽ 3 കാലിലും, ദ്വാപരയുഗത്തിൽ 2 കാലിലും, കലിയുഗത്തിൽ 1 കാലിലും നിൽക്കും. ആ കലിയുഗത്തിൽ 1 കാലിൽ നിൽക്കുന്ന കലിയുഗത്തിലെ ദുഷ്ടന്മാരെ നശീകരിച്ച ശേഷം കലിയുഗത്തിൽ നിന്ന് ലോകത്തെ കൃതയുഗത്തിലേക്ക് കൊണ്ടുപോവാണ്. അതായത് മനുഷ്യൻ സ്വയം നശിക്കുമ്പോൾ അവനെ അവിടുന്ന് കറക്റ്റ് ചെയ്തിട്ട് ക്ഷേമരാഷ്ട്രമാകുന്ന മനുഷ്യൻ സ്വർഗീയമായി ജീവിക്കുന്ന കൃതയുഗത്തിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം കൽക്കി നശിപ്പിക്കുന്നതിനല്ല, കൽക്കി പുനഃസൃഷ്ടിക്കുന്ന ആളാണ്, ലോകത്തെ കൃതയുഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ കൽക്കിയെ പലരും തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ആ ദുർവ്യാഖ്യാനം പലപ്പോഴും ഈവൻ ഭാഗവത സപ്താഹത്തിൽ പോലും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ ഭഗവാന്റെ ഈ ദശാവതാര കഥ പറഞ്ഞു തരികയാണ്. 300 കഥയുള്ള ഭാഗവതത്തിൽ നിന്ന് യജ്ഞാചാര്യൻ വളരെ സിമ്പിളായിട്ട് 21, 28, ഒരു ദിവസം 3-4 കഥ വെച്ചെടുത്തിട്ട് 28 കഥ ആ സാമ്പിൾ എടുത്തിട്ട് ആ ഭാഗവതത്തിൻ്റെ അന്തസത്ത പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഒരിക്കലും സംസ്കൃതം അറിഞ്ഞൂടാ. യജ്ഞാചാര്യൻ സംസ്കൃതത്തിൽ ഇത് വായിച്ചിട്ട് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിനെ ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. 11,000 ശ്ലോകമുള്ള ഭാഗവതത്തെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി 1000 ശ്ലോകങ്ങൾ ഒതുക്കി ഒരവതാരം 100 ശ്ലോകം വെച്ചിട്ട് നാരായണീയം എഴുതി. നാരായണീയം ഗംഭീരം പറക്ക എന്ന് പറഞ്ഞ പോലെ ഈ 1000 ഇത് ഉദ്ധരിക്കാൻ യജ്ഞാചാര്യന് സമയമുണ്ടോ? ഇല്ല. അപ്പോൾ 11,000 ശ്ലോകത്തെ 1000 ശ്ലോകത്തൊരുക്കിയ നാരായണീയത്തിന് അതിനും അപ്പുറത്തായ ഒരു സംഗ്രഹത്തിലാണ് 7 ദിവസം കൊണ്ട് 21, 28 കഥയുടെ യജ്ഞാചാര്യൻ വിവരിക്കുന്നത്. അത് സശ്രദ്ധ കേൾക്കണം, മുഴുവൻ കേൾക്കണം, എങ്കിലേ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. അങ്ങനെ ഭഗവാൻ ആരാണെന്നും ദശാവതാരം എന്താണെന്നും 21 നൂറ്റാണ്ടിൽ നിങ്ങൾ ഞാനും പഠിക്കേണ്ട പാഠം എന്താണെന്നും ഈ 7 ദിവസത്തെ സപ്താഹം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവണം. അപ്പോൾ 7 ദിവസം സപ്താഹം കഴിയുമ്പോഴേക്കും ഈ ദേശം പുതിയൊരു ദേശമായി മാറും. നിങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെട്ട നാടിന് അഭിമാന ഭാജനങ്ങളായ, കുടുംബത്തിന് അഭിമാന ഭാജനങ്ങളായ ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും എങ്ങനെ നിയന്ത്രിക്കണമെന്ന് മനസ്സിലാവുന്ന ഒരു ജനമായി മാറും. അതിന് 7 ദിവസ സപ്താഹം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് യജ്ഞാചാര്യന് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കിൽ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.